السلام عليكم ورحمة الله تعالى وبركاته. إلى حضرة نبينا محمد مصطفى صلى الله عليه وسلم، وإلى حضرة الأنبياء والأولياء والعلماء والزهاد والصالحين، خصوصا إلى حضرة البدريين واللحديين والخندقين والخيبريين، وإلى حضرة خواجة معين الدين جستي الأجميري قدس الله سره العزيز، وابنه فخر الدين باب السلواري قدس الله سره العزيز، وابن ابنه أسام الدين سامباري قدس الله سره العزيز، وإلى حضرة جدي علي القطب اللاهدل قدس الله سره العزيز، وإلى حضرة أحمد الرفائي قدس الله سره العزيز، وإلى حضرة من ماتوا منا من آبائنا ومن أمهاتنا ومن أزواجنا ومن إخواننا ومن أخواتنا ومن أحبابنا. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا مرادنا يا رسول الله. الله سبحانه وتعالى നമ്മുടെ ഈ മജ്ലിസ് നമ്മിൽ നിന്ന് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അസ്ഹാബുൽ ബദറിന്റെ ഹുളൂറും അവിടുത്തെ ഹിമായത്തും ഹിഫുളും അള്ളാഹു നമ്മിലും നമ്മുടെ സദസ്സുകളിലും അള്ളാഹു നൽകട്ടെ. നമ്മുടെ യാത്രകളിൽ അള്ളാഹു നൽകട്ടെ. നമ്മുടെ ഭാര്യ കുടുംബത്തിൽ ഞങ്ങളെ കച്ചവടങ്ങൾ ജോലികളിൽ അള്ളാഹുവേ നീ നൽകണം അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ദീർഘമായി ഒരു പ്രഭാഷണത്തിന്റെ സമയമല്ല, ഇൻഷാ അള്ളാഹ് പെട്ടെന്ന് നമുക്ക് ദുആ ചെയ്ത് നിർത്താം. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങളുടെ മജ്ലിസ് 27ാം വാർഷികം നമ്മൾ നടത്തും. 27 വർഷമായി എല്ലാ മാസവും കൂടെ മജ്ലിസ് ഉണ്ടോ? റിഫായി ശൈഖിന്റെ മേലെ ഉണ്ടോ? വാർഷികം മാത്രമേ ഉള്ളൂ. അപ്പൊ 27 വർഷമായി നമ്മള് റിഫായി ശൈഖ് തങ്ങളെ ആണ്ട് ഉറൂസ് നമ്മളിങ്ങനെ നടത്തിപ്പോരുകയാണ്.
അത് അവിടുത്തെ ഒരു പൊരുത്തം വാങ്ങണമെന്ന ഒരു നല്ല ലക്ഷ്യത്തോടു കൂടെയാണ് നമ്മൾ നടത്തുന്നത്. അതിന് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് ആടാ ഭക്ഷണം എന്താന്ന് പോത്തോ പോയി ഏതാ നിങ്ങൾക്ക് നോർമൽ? ഒരാളുകൾ കോഴി പോത്ത് ആന എന്തായാലും എന്തോന്നുണ്ട് അവിടെ, ഇവർക്ക് അറിയൂല എന്താണ്. അത് നല്ല മജ്‌ലിസായി അൽഹംദുലില്ലാഹ് നടത്തുകയാണ്. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങള് എന്നല്ല എല്ലാ മഹാന്മാരാകുന്ന ആളുകളും ഭക്ഷണം നൽകാൻ വലിയ താല്പര്യമാണ്. ഇവിടെ റിഫായി ശൈഖ് തങ്ങളെ ഹദറത്തിൽ പോയ ആളുകൾ കൈ പോകട്ടെ. ആരും പോയില്ല. ഞാൻ 2 വട്ടം പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഹയ്യദ്ദീൻ ശൈഖ് തങ്ങളെ ഹദറത്തിൽ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഹയ്യദ്ദീൻ ശൈഖ് തങ്ങളുടെ ഹദറത്തിൽ നിന്ന് 4 മണിക്കൂർ യാത്ര ചെയ്യുമ്പോഴാണ് റിഫായി ശൈഖ് തങ്ങൾ ഹദറത്തിലെത്തുക. വലിയ സ്വാന്തന പ്രവർത്തകരായിരുന്നു ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങൾ. മുഹയ്യദ്ദീൻ ശൈഖ് തങ്ങളുടെ ഹദറത്തിൽ എല്ലാ ദിവസവും ആട് വേവിച്ചുകൊണ്ട് ഒരു കഞ്ഞി ഉണ്ടാക്കിയിട്ട് ആ കഞ്ഞി എല്ലാ ദിവസവും കൊടുക്കും. രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ആ കഞ്ഞി കൊടുക്കും. ഒരു പ്രത്യേകമായ കഞ്ഞിയാണ്. മംഗലാപുരം കഞ്ഞി ഉണ്ടല്ലേ, മംഗലാപുരം കഞ്ഞി പറഞ്ഞ കഞ്ഞിയുണ്ട് റമദാനിലൊക്കെ അല്ലേ, മരുന്ന് കഞ്ഞിയോ. ആ കഞ്ഞി ഇവിടെയുള്ള ആളുകൾക്ക് ആ കഞ്ഞി ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഞങ്ങളെ മലപ്പുറത്തേർക്ക് ഉണ്ടാക്കാൻ കഴിയൂല. ഞങ്ങൾ കഞ്ഞി വെച്ചാൽ വേറെ കഞ്ഞിയാണ്. എന്നതുപോലെ റിഫായി ശൈഖ് തങ്ങളുടെ മുഹയ്യദ്ദീൻ ശൈഖ് തങ്ങളുടെ ഹദറത്തിൽ എല്ലാ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടൊരു ദുആയുണ്ട്. ആ ദുആ കഴിഞ്ഞാൽ ഉടനെ ലങ്കർ ഖാൻ എന്ന് പറയുന്ന ഒരു ഭക്ഷണശാല ഉണ്ട്. അവിടെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും. അത് മഹാന്മാർക്ക് വലിയ ഇഷ്ടമാണ്. ആളുകൾക്ക് ഭക്ഷണം കൊടുക്കും. ബഹുമാനപ്പെട്ട അജ്മീറിൽ ഖാജ പാപ്പയുടെ അടുക്കലെത്തിയാൽ അവിടെയും നമുക്ക് കാണാം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നല്ല ഒരു കഞ്ഞി കൊടുക്കും. ഒരു മഞ്ഞക്കഞ്ഞി. അത് പുല്ല് വെച്ചുകൊണ്ടാണ് അത് വേവിക്കുന്നത്. അടുപ്പിൽ വിറകല്ല, പുല്ലായ. പഴയ കാലങ്ങളിൽ വെറും പുല്ല് മാത്രമാണ്. ഇന്ന് ബർക്കത്തിന് പുല്ലാണ്, ബാക്കി വിറകുള്ളൂ. മരുന്ന് കഞ്ഞി എന്ന് അതിനെ നമ്മൾ വിളിച്ചു പോരുന്നുണ്ട്. ആ 2 നേരം കഞ്ഞി മാത്രം കുടിച്ചുകൊണ്ട് അവിടെ ജീവിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട്. അത് അവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ എവിടെയും ചെന്നാൽ നമുക്ക് മഹാന്മാരാകുന്ന ആളുകളുടെ അടുക്കൽ എത്തുമ്പോൾ ഭക്ഷണം നൽകും. അത് അവരുടെ പ്രത്യേകതയാണ്. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ വീട്ടിലേക്ക് വരുന്ന ഒരാൾക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. ചില പള്ളികളുടെ അടുത്ത് ഉണ്ടാകും 2, 3, 4 വ്യക്തികൾ. എപ്പോൾ ഉസ്താദിന് ഭക്ഷണമില്ലെങ്കിലും ആ വീട്ടിൽ ഭക്ഷണം റെഡിയാണ്. പുരക്കാര് പറയും, വീട്ടുകാർ പറയും,
ഉസ്താദെ ഭക്ഷണം എവിടെയില്ലെങ്കിൽ ഇങ്ങോട്ട് വന്നോണ്ട്, ഉള്ളത് നമുക്ക് കഴിക്കാം എന്ന് പറയുന്ന 1, 2, 3, 4 വീട്ടുകാര് എല്ലാ ജമാഅത്തിലും ഉണ്ടാവും. ദർസിൽ പഠിക്കുമ്പോൾ മുതഅല്ലിമീങ്ങളായി പഠിക്കുമ്പോൾ ആ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വീട്ടുകാരുണ്ട്, വളരെ സന്തോഷത്തോടുകൂടെ. ചിലപ്പോൾ ചില വീട്ടുകാർ എല്ലാ നേരവും 4 മക്കൾ 5 മക്കൾക്ക് ഭക്ഷണം കൊടുക്കും. ആ വീട്ടുകാരോട് വലിയ ഇഷ്ടമാണ് മുതഅല്ലിമീങ്ങൾക്ക്, മുതഅല്ലിമീങ്ങളോട് തിരിച്ചും അങ്ങനെയാണ്. എനിക്ക് ഭക്ഷണം തന്നിരുന്ന ഒരു ഉമ്മയുണ്ട്. ഞാൻ മുതഅല്ലിമായി പഠിച്ചപ്പോൾ എനിക്ക് ഭക്ഷണം തന്നിരുന്ന ഒരു ഉമ്മയുണ്ട്. ആ ഉമ്മയുടെ പേര് പാത്തും താത്ത എന്നാണ്. ഫാത്തിമ മാനുകാക്ക എന്നാണ് അവിടുത്തെ ഉപ്പന്റെ പേര്. അവിടെ അന്ന് കരണ്ടില്ല വീട്ടിൽ. ഒരു മുതലാളിയുടെ, ഒരു പണക്കാരന്റെ ഒരു വലിയ ഒരു കടയുടെ ബാക്ക് ഭാഗത്ത് ഒരു ചെറിയ ഒരു പന്തല് പോലെ ഉണ്ടാക്കി അതിലാണ് അവർ താമസിക്കുന്നത്. ഓല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ ഒരു സുപ്രയുണ്ട്, പ്ലാസ്റ്റിക്കിന്റെ സുപ്രയും ഡൈനിങ് ടേബിളൊന്നും അവിടെയില്ല. അങ്ങനെ ഞാൻ ഭക്ഷണത്തിനേക്ക് എത്തുമ്പോൾ ചെറിയ ഒരു വിളക്കുമായി ആ ഉമ്മ റോട്ടിന്റെ അരികിലേക്ക് വരും. എന്റെ മുതഅല്ലിം എവിടെ, എന്റെ മൂലേറ്റി എവിടെയാണ്? മലപ്പുറത്ത് അങ്ങനെ പറയാ, ഇവിടെ ഇങ്ങോട്ട് അങ്ങനെ പറയാ. അങ്ങനെ പറയാറുണ്ടോ? മുതഅല്ലിം മൂലേറ്റി എന്ന് പറയൂല, മൂലേറ്റി എന്നാ പറയാ. മുതഅല്ലിമിന് മലയാളത്തിൽ പറഞ്ഞാണ് മൂലേറ്റി. മുസ്ലിയാർ കുട്ടി, അതാണ് മൂലേറ്റി എന്ന് പറഞ്ഞാൽ. മുസ്ലിയാരെ കുട്ടി പറഞ്ഞ ചെറിയ കുട്ടിക്ക് മുസ്ലിയാരെ കുട്ടിയല്ല. അപ്പൊ അത് മൂലേറ്റി എവിടെയെന്ന് വെക്കും. അങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയാൽ ഭക്ഷണം കഴിച്ചു വരുമ്പം എന്റെ കൂടെയുള്ള 4-5 ആളുകൾ അവരൊക്കെ ഈ വീട്ടിൽ വരും. മാങ്ങയുടെ കാലം വരുമ്പോ മാങ്ങ ഉമ്മ എടുത്തു വെച്ചിട്ടുണ്ടാവും. ചക്ക എന്നാ പറയും, ചക്കയുടെ കാലം വരുമ്പോ ചക്ക എടുത്തു വെക്കും. അങ്ങനെ ചോറൊക്കെ നന്നായി വയറ് നിറച്ച് തിന്നതിന് ശേഷം ഉമ്മ പിന്നെ ഈ ചക്കയുടെ ഈ പാത്രം കൊണ്ടുവരും. മറ്റേത് ചക്ക ആദ്യം കണ്ടാ ചോറൊന്നുമില്ല, ചക്ക കണ്ടാ ചോറൊന്നുമില്ല. നല്ല വയറ് നിറയെ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നീടാണ് ഈ ചക്ക കാണിച്ചു തരുള്ളൂ. അവൻ ചക്കനോട് നല്ല താല്പര്യം ആയതുകൊണ്ട് ചക്ക അല്ല തിന്നു. ഉമ്മന്റെ വളവെന്താ, ചക്ക കണ്ടാൽ മുതഅല്ലിം മോലേറ്റി ഭക്ഷണം കഴിക്കൂല, ചക്ക മാത്രം തിന്നു, മാങ്ങി നിന്നു. നമ്മൾ പറയാലോ കുട്ടികളോട്, ബേക്കറി കണ്ടാ പിന്നെ ചോറ് തിന്നൂല. അപ്പൊ ബേക്കറി കാണിച്ചു കൊടുക്കൂല, ചോറിന് ശേഷം ബേക്കറി തരാം. അത് ആ ഉമ്മക്ക് ആ മോനോട് വലിയ ഇഷ്ടമാണ്. ഇഷ്ടമുണ്ടായത് കൊണ്ട് നന്നായി ഭക്ഷണം കഴിക്കണമെന്നാണ് ഉപ്പയുടെയും ഉമ്മയുടെയും ആഗ്രഹം. ശേഷമേ മറ്റു ബേക്കറിയോ മിഠായിയോ തരികയുള്ളൂ. അത് ആ മോനോടുള്ള താല്പര്യമാണ്, ആ കുഞ്ഞിനോടുള്ള താല്പര്യമാണ്. അതുകൊണ്ടൊരു മുതഅല്ലിം വീട്ടിലേക്ക് ഭക്ഷണത്തിന് വരുമ്പോൾ ആ മുതഅല്ലിം നന്നായി ഭക്ഷണം കഴിക്കണമെന്ന് ആ ഉപ്പയുടെയും ഉമ്മയുടെയും ആഗ്രഹമാണ്. അതുകൊണ്ട് ചക്കയോ മാങ്ങയോ ഇല്ലെങ്കിൽ അതുപോലെയുള്ള പലഹാരങ്ങളോ ഒരു പായസമോ ഉണ്ടെങ്കിൽ ഉമ്മ അതൊന്നും നേരത്തെ കാണിച്ചു തരികയില്ല. നന്നായി ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നീടാണ് അത് കൊണ്ടുവരിക. എന്നിട്ട് ഈ 4 മുതഅല്ലിമീങ്ങളും എന്റെ വീട്ടിൽ വരും. വീട്ടിൽ വന്ന് എല്ലാവരും ഉമ്മയുടെ അടുത്തിൽ വന്ന് ഈ മാങ്ങയും ചക്കയും ഒക്കെ കഴിച്ചു കൊണ്ട് പോകും. അവർക്കും ഒരു വീടുണ്ട്, പക്ഷെ ആ വീട്ടിലുള്ള ഉമ്മ അത് കൊടുക്കാറില്ല. പക്ഷേ ഈ ഉമ്മ അത് കൊടുക്കുന്നത് കൊണ്ട് ആ ഉമ്മയോടുള്ള സ്നേഹവുമാണ് എല്ലാ മുതഅല്ലിമീങ്ങളും അവിടെ വരും, ഭക്ഷണം കഴിക്കും, ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യും. ആ ഉപ്പയും ഉമ്മയും വലിയ സ്നേഹമുള്ളവരായിരുന്നു. അങ്ങനെയായിരുന്നു എനിക്ക് ഭക്ഷണം നൽകിയിരുന്നത്.
ഇടയ്ക്കിടെ എന്നോട് പറയും, തങ്ങള് കുട്ടിയെ, തങ്ങള് കുട്ടി എന്ന് വിളിച്ച ചെറിയ കുട്ടിയാണ്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമാണ്. അതുകൊണ്ട് എന്നോട് പറയും, തങ്ങളുട്ടിയെ, എനിക്ക് ആൺമക്കളില്ല, എന്റെ ആൺമക്കള് നിങ്ങളാണ്. അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിങ്ങൾ നിൽക്കണം. ആൺകുട്ടികളില്ല, അതുകൊണ്ട് മയ്യത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിങ്ങൾ നിൽക്കണം. അങ്ങനെ ഇടക്കിടക്ക് പറയാറുണ്ടായിരുന്നു. രണ്ടുപേരും മരണപ്പെട്ടു പോയി. അല്ലാഹു രണ്ടുപേർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. രണ്ടുപേരുടെയും മയ്യത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിന്നത് ഞാൻ തന്നെയാണ്. അവർക്ക് ആൺകുട്ടിയില്ല, നേരത്തെ പറയാറുണ്ടായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് അവർ മരണപ്പെട്ടപ്പോൾ ഞാൻ തന്നെ മയ്യത്ത് നിസ്കാരത്തിന് എത്തിപ്പെടുന്നു. ഇപ്പോൾ കർണാടകയുടെ ഒരു ഗ്രാമത്തിൽ വെച്ചുകൊണ്ട് ഞാൻ അഹമ്മദ് കുട്ടി മാനുവിനും ഫാത്തിമ ഉമ്മക്കും ദുആ ചെയ്തപ്പോൾ നിങ്ങൾ ആമീൻ പറഞ്ഞു അല്ലേ? അതാർക്കാ പറഞ്ഞത്? മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ അടുത്ത് ഉദുക്കുകൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ജാമിയ ഇഹ്യാഉ സുന്നയുള്ളത്. പ്രിയപ്പെട്ട അഹ്സനി ഉസ്താദ് അവിടെ പഠിച്ച ആളാണ്. ആ ഇഹ്യാഉ സുന്നയുടെ തൊട്ടടുത്ത് മറ്റത്തൂരങ്ങാടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ മറ്റത്തൂരങ്ങാടിയിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ 5 ഏക്കർ മൈതാനിയിൽ കിടക്കുന്ന ഉപ്പക്കും ഉമ്മക്കും വേണ്ടിയാണ് കർണാടകയുടെ ഒരു ഗ്രാമത്തിൽ നിന്ന് ദുആ കിട്ടിയത്. പാമീൻ പറഞ്ഞത് ആർക്കാ? മലപ്പുറം ജില്ലയ്ക്ക് പോയി. എന്തേ കാരണം? ഒരാൾക്ക് ഭക്ഷണം കൊടുത്തതാണ്, ഒരു മുതഅല്ലിമിന് ഭക്ഷണം കൊടുത്തതാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് മഹാന്മാരാകുന്ന ആളുകൾ മുഴുവനും ചെയ്ത വലിയ ദഅവത്തുകളുണ്ട്. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങളും ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളും ഒക്കെ വലിയ ദഅവത്ത് ചെയ്ത ആളുകളാണ്. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങള് അവിടെ ചെല്ലുമ്പോൾ വലിയ സാന്ത്വന പ്രവർത്തകനായിരുന്നു. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങൾ പാപങ്ങളാകുന്ന ആളുകൾക്ക് വലിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കും. ഒരു സമയം ഞാനും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയോടുകൂടെ ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങളെ ഹദറത്തിൽ പോയി തിരിച്ചു വരുമ്പം സുബ്ഹാനല്ലാഹ് ഒരു പ്രായമുള്ള ഒരു ഉപ്പയെ കണ്ടു. ആ പ്രായമുള്ള ഉപ്പയെ കണ്ടപ്പോൾ ഉപ്പയോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് തൊഴിലെന്ന് ചോദിച്ചപ്പോൾ ആ ഉപ്പ പറയുന്നു, എനിക്ക് 150ഓളം വരുന്ന വിധവകളാകുന്ന സഹോദരിമാര് എന്റെ അടുക്കലുണ്ട്. 150ഓളം വരുന്ന വിധവകളാകുന്ന ഉമ്മമാരുണ്ട്. ആ ഉമ്മമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന ജോലിയാണ് എനിക്ക്. യതീം കുട്ടികളെ സംരക്ഷിക്കുന്നവരുണ്ട്, വിധവകളെ സംരക്ഷിക്കുന്നവരുണ്ട്. പാവപ്പെട്ട എത്രയോ ആളുകൾ അവിടുത്തെ യുദ്ധത്തിൽ നമുക്കറിയുകയില്ലേ? ബഗ്ദാദ് യുദ്ധങ്ങൾ നടന്നപ്പോൾ അതിൽ ധാരാളം ആണുങ്ങൾ മരണപ്പെട്ടപ്പോൾ അവരുടെ ഭാര്യമാരും ഒക്കെ നിൽക്കുന്നുണ്ട്. ബഹുനിരായ സുൽത്താനുൽ ഉലമ ഉസ്താദിനോട് കൂടെ നടന്നപ്പോൾ ഉസ്താദിന് നേരത്തെ ഇവിടെയെല്ലാം പരിചയമുണ്ട്. ഓരോ വീടുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ടും ഒരു കർട്ടൻ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. ഒരു വാതിലിന്റെ മുമ്പിൽ കർട്ടൻ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. ആ കർട്ടന്റെ ഉള്ളിൽ നിന്ന് വിളിച്ചു പറയും, ഞങ്ങൾ 4 ആളുകൾ ഇവിടെയുണ്ട്, 4 സഹോദരിമാരുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനൊന്നുമില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ നേരത്തെ ബഗ്ദാദിൽ പോകുന്നതിന് മുമ്പ് തന്നെ ബഗ്ദാദിലെ നോട്ട് ചില്ലറയാക്കി ബാഗിലുണ്ട്. അങ്ങനെ 4 ആളുകൾ ഉണ്ടെന്ന് വിളിച്ചു പറയുമ്പോ ഈ 4 ആളുകൾക്കും ബാഗിൽ നിന്ന് കാശുകൾ എടുത്തു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഓരോ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ പാവപ്പെട്ട ആളുകൾ കൈനീട്ടുമ്പോൾ അവർക്ക് മുഴുവനും ധർമ്മം ചെയ്യുന്നു. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരൽപ്പം സുഖമില്ലാതെ കിടന്നപ്പോ സുബ്ഹാനല്ലാഹ് ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളും ഉസ്താദിന് ദുആ ചെയ്തു പോയി. എന്തേ കാരണം?
എന്തേ കാരണം? കുറെ ആളുകളെ ദുആ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വലിയ സ്വാന്തന പ്രവർത്തനങ്ങൾ നടത്തുന്നു, പള്ളികൾ ഉണ്ടാക്കുന്നു, മദ്രസകൾ ഉണ്ടാക്കുന്നു. 111ഓളം വരുന്ന സയ്യിദന്മാർക്ക് വീടുകൾ ഈ കോവിഡ് സമയത്ത് നിർമ്മിച്ചു കൊടുക്കുന്നു. 13 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അബ്ദുൽ ലത്തീഫ് സഖാഫി മദനിയം മജ്ലിസിലൂടെ അൽഹംദുലില്ലാ ആ ഒരു വലിയ ലക്ഷ്യം ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് നിറവേറ്റി കൊടുക്കുന്നു. ഇങ്ങനെ 5000കണക്കിന് പള്ളികളും 1000കണക്കിന് മദ്രസകളും 1000കണക്കിന് കിണറുകളുമൊക്കെ ബഹുവന്യരായ ഉസ്താദ് അവറുകൾ ചെയ്തു കൊടുക്കുന്നു. ഇത് റിഫായി ശൈഖ് തങ്ങളുടെ ഒരു പ്രവർത്തനമാണ്. ആര് വന്ന് പറയുമ്പോഴും ഉള്ളത് കൊടുത്ത് സഹകരിക്കുക, അത് വലിയ ഒരു ദഅവത്താണ്. അതാണ് ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങൾ ചെയ്ത വലിയ ഒരു പ്രവർത്തനം. ഞങ്ങളും അവിടത്തേക്ക് പോയപ്പോൾ വലിയ ഒരു ചെമ്പുമായി പോയി. ചെമ്പിൽ നിറയെ നല്ല ബിരിയാണി ഉണ്ട്. മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളെ ഹളറത്തിൽ നിന്ന് പോകുമ്പോഴേ ബസ്സിൽ 50ഓളം വരുന്ന ആളുകളുണ്ട്. 50 ആളുകൾക്കും കഴിക്കാനുള്ള ഭക്ഷണം ഞങ്ങൾ ഈ ബഗ്ദാദ് ടൗണിൽ നിന്ന് കൊണ്ടുപോയി. റിഫായി ശൈഖ് തങ്ങളുടെ മഖാമ് കിടക്കുന്നത് വിശാലമായ സ്ഥലമാണ്, ഒരു മരുഭൂമിയാണ്. വലിയ ടൗണുകളൊന്നും അവിടെ ഇല്ല. ബഹുമാനപ്പെട്ട ഹളറത്തിൽ എത്തിയപ്പോ അവിടുത്തെ കുറെ ഖാദിമീങ്ങളുണ്ട്. ആ ഖാദിമീങ്ങൾ മുഴുവനും അൽഹംദുലില്ലാ ഞങ്ങൾ കൊണ്ടുപോയ വലിയ ചെമ്പ് ഇറക്കാൻ അവർ സഹകരിക്കുന്നു. ആ ചെമ്പിലുള്ള ഭക്ഷണം വിളമ്പിത്തരാൻ വേണ്ടി പ്ലേറ്റുകൾ തരുന്നു, സുപ്രകൾ വിരിക്കുന്നു. ആളുകൾ വലിയ ഖിദ്മകൾ ഞങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. വലിയ ഖിദ്മകളൊക്കെ ഇങ്ങനെ ചെയ്തപ്പോ നമ്മളെ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, ഇവർ ഈ ഖിദ്മൊക്കെ ചെയ്യണ നമ്മളെ ബിരിയാണി അവർക്ക് അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണ് അല്ലേ? നമ്മളെ വലിയ ഖിദ്മൊക്കെ ചെയ്യണം, നമ്മളെ ഈ ബിരിയാണി ഇവർക്ക് കൂടി തിന്നാനുള്ള പരിപാടിയാണ്. ഞാനിവിടെ വന്നപ്പോ എന്റെ കൂടെ കുറെ ആളുണ്ടായിരുന്നു. ഞാൻ 2 ചപ്പാത്തി തിന്നപ്പോ ചെലവില് 8 ചപ്പാത്തി തിന്ന് കോയും ആടൊക്കെ ഓലനെ തിന്നേരുത്. അപ്പൊ ഞാൻ പറഞ്ഞ യാസിനിസ്ഥാനോട്, ഞാൻ എന്നെക്കാട്ടിലും കൂടുതൽ നിങ്ങളാണല്ലോ കഴിക്കുന്നത്, അതങ്ങനത്തെ നിങ്ങളെ പേരിൽ ഞങ്ങൾ കഴിക്കാൻ. നാളൊരു സ്ഥലത്ത് പോയപ്പോ പരിപാടിക്ക് പോയപ്പോ പറഞ്ഞു എന്താ ഭക്ഷണം ഉണ്ടാക്കണം? ഞാൻ പറഞ്ഞു എനിക്ക് 2 ചപ്പാത്തി മതി. അപ്പൊ ആ വളണ്ടിയർ പറഞ്ഞു, അല്ല ഉസ്താദേ ബിരിയാണി ഒക്കെ ഉണ്ടായിക്കോട്ടെ, ഞങ്ങൾക്ക് തിന്നാലോ അല്ലേ? അപ്പൊ അത് വലിയ കാര്യമാണ്. എന്നതുപോലെ ഈ ഖിദ്മ ഇങ്ങനെ കണ്ടപ്പോ നമ്മളെ മലയാളികൾ പറഞ്ഞു നമ്മളെ ബിരിയാണി ഇവർക്ക് കൊടുക്കേണ്ടി വരും. ഞാനും പേടിച്ച്, കാരണം ഈ ബിരിയാണി ഒക്കെ പറയാൻ ഇവർക്കും കൊടുക്കേണ്ടി വന്നാൽ നമ്മളൊപ്പം കൊടുന്ന 50 ഏതെങ്കിലും ഒന്നേ കിട്ടാഞ്ഞാ സുബ്ഹാനല്ലാഹ് പിന്നെ വലിയ കച്ചറൈകാരം, വലിയ ഉലുമാലൈകാരം. നമ്മളെ ചില ആളുകളൊക്കെ അറഫയിലെത്തുമ്പോൾ അറഫി എന്ന് പറയും. ചില പെണ്ണുങ്ങളൊക്കെ പറയും എനിക്ക് നല്ല കഞ്ഞി വേണം, നല്ല വെള്ള ചോറ് വേണം എന്നൊക്കെ പറയാം അറഫീന്ന്. അല്ലെങ്കിൽ ചേമ്പുണ്ട് അവിടെ, ചേമ്പും കൂട്ടാൻ വേണമെന്നൊക്കെ പറയും. അറഫ ചേമ്പനെ കണ്ടിട്ടില്ല, അറഫ ജനിച്ചതിന് ശേഷം ചേമ്പനെ കണ്ടിട്ടില്ല, പിന്നെ ചേമ്പും കൂട്ടാമാണെന്ന് പറഞ്ഞ അറഫീല്. അങ്ങനെയൊക്കെ കച്ചറുണ്ടാക്കുന്ന കുറെ ആളുകളുണ്ട്. ഞങ്ങൾ 7 ലക്ഷം റുപ്യ കൊടുത്ത ഹജ്ജിന് പോകുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ചേമ്പും കൂട്ടാനും വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? സുബ്ഹാനല്ലാഹ്, ഓല ഹജ്ജ് അറഫീ തന്നെ പോകും. ഓല ഹജ്ജൊക്കെ ചേമ്പുമ്പോ പോയി അല്ലേ? അങ്ങനെ കുറെ ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് പറഞ്ഞപ്പോ ഞാനും പേടിച്ച്, കാരണം ഈ ആളുകൾക്ക് ചോറ് കൊടുക്കാൻ കഴിയാതിരുന്ന വലിയ പ്രയാസം. അപ്പൊ വെറുതെ ഒരു മാന്യതക്ക് വേണ്ടി ഞാൻ അവരെ വിളിച്ചു, ഫളൽ എന്ന് വിളിച്ചു ഞാൻ. അപ്പൊ അവര് പറഞ്ഞില്ല, ആദാ ഫുൽ സിയാദ, ഇത് മുളക് കൂടുതലാണ് ബിരിയാണി, അതുകൊണ്ട് നമുക്ക് വേണ്ട. ഞാൻ അൽഹംദുലില്ലാഹ് കഴിച്ചിലായി, കാരണം ഞോല് തിന്നൂലല്ലോ. ഇങ്ങളെ ഈ നാട്ടിക്ക് ചെന്നാല് തേങ്ങ കൂടുതലാണ്, ഭയങ്കര കറിയിലൊക്കെ തേങ്ങ നല്ല ഇട്ട് നിറച്ച് അല്ലേ? 1 കിലോ കറിക്ക് 2.5 കിലോ തേങ്ങ ഇടും. പിന്നെ തേങ്ങ എവിടെയാ കറി എവിടെയാന്ന് അറിയില്ല. നിങ്ങൾക്ക് അങ്ങനെയാണ്, ഞങ്ങൾക്ക് വേറെ കോലത്തിലാണ്. നിങ്ങളെ സിലബസ് വേറെ, ഞങ്ങളെ സിലബസ് വേറെ, സിലബസ് ഒക്കെ മാറ്റമുണ്ട്. അപ്പൊ അതുകൊണ്ട് റിഫായി ശൈഖ് തങ്ങളുടെ ഹളറത്തിൽ അവിടുത്തെ ഖാദിമീങ്ങൾ ഇപ്പോഴും ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ഖാദിമീങ്ങൾ മുഴുവൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി അൽഹംദുലില്ലാഹ് നാമും നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടുകയും അവിടത്തേക്ക് ഫാത്തിഹകൾ ഓതി അവിടുത്തെ മദ്ഹുകൾ പറഞ്ഞ് ദുആ ചെയ്ത് 27 ആണ്ട് നമുക്ക് കഴിയുകയാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് നമ്മുടെ മദ്രസകൾ വളരെ സുന്ദരമായ രൂപത്തിൽ പ്രവർത്തിക്കുന്നു. നേരത്തെ ഞാൻ അഹമ്മദ് കുട്ടി മാനൂനും ഫാത്തിമ താത്തക്കും ഞാൻ ദുആ ചെയ്തു. ആ ദുആ ചെയ്തതുപോലെ നമ്മുടെ ഈ മദ്രസയിൽ നിന്ന് അലിഫ് പഠിച്ച് അല്ലാഹു എന്ന് ഉച്ചരിക്കുമ്പോൾ, ബാ പഠിച്ചുകൊണ്ട് ബിസ്മി എന്ന് ചൊല്ലുമ്പോൾ, അലിഫും ബാവും ചേർത്തുകൊണ്ട് ഖുർആൻ ഓതുമ്പോൾ അതിന്റെ ഒരു ശതമാനം അൽഹംദുലില്ലാഹ് നമുക്ക് ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മദ്രസയിൽ നിന്ന് പിടിച്ചിട്ട് വേണം ഒരു മുതഅല്ലിമാവാൻ. ദർസിൽ പോവണമെങ്കിൽ ആദ്യം മദ്രസയിൽ പോകണം, അല്ലേ? മദ്രസയിൽ പോകണം. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉസ്താദ് അവർകൾ 59ാമത്തെ തവണയാണ് ബുഖാരി ഓതി കൊടുക്കുന്നത്. ഇപ്പോൾ മലേഷ്യയിൽ ഉസ്താദ് പോയത് ഖത്മുൽ ബുഖാരിക്ക് വേണ്ടിയാണ്. കോഴിക്കോട് മർക്കസിൽ ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 16-ാം തീയതി ഖത്മുൽ ബുഖാരി നടക്കുകയാണ്. ഖത്മുൽ ബുഖാരി നടക്കുകയാണ്. ഇതേ ഖത്മുൽ ബുഖാരി മലേഷ്യയിൽ അവിടുത്തെ പ്രധാനമന്ത്രിയുടെ ആ ഒരു അൽഹംദുലില്ലാഹ് അവിടുത്തെ വലിയ ഗസ്റ്റായി നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് നാട്ടിലേക്ക് കർണാടകയിലേക്ക് വരുന്നത് പോലെ തക്ബീറൊക്കെ ചൊല്ലി ത്വാലഅൽ ബദ്റൊക്കെ ചൊല്ലിയിട്ടാണ് ഉസ്താദ് ആ മജ്ലിസിലേക്ക് കടന്നു വന്നത്. എന്തായിരുന്നു? 59 കൊല്ലത്തോളം ഉസ്താദ് ബുഖാരി ഓതിക്കൊടുത്തു. ആ ബുഖാരി ഓതിക്കൊടുക്കാൻ അലിഫ് എവിടുന്നാ പഠിച്ചത്? മർക്കസ്ന. എവിടുന്നാ? മർക്കസ്നാണോ? അല്ലെ, എവിടുന്നാണ്? മദ്രസയിൽ നിന്ന്. ആ മദ്രസയിലെ കാന്തപുരം മങ്ങാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ മദ്രസയിൽ ഓത്തുവള്ളിയാണ്. മദ്രസയിലെ ഓത്തുവള്ളി, ആളുകളൊക്കെ നിലത്തിരുന്ന് ഇങ്ങനെ പഠിക്കുക, അതാണ് ഓത്തുവള്ളി. ആ ഓത്തുവള്ളിയിൽ ഇരുന്ന് മദ്രസയിൽ പിടിച്ചാണ്. എന്ത് ഖിദ്മ ഉസ്താദ് ചെയ്താലും ആ മദ്രസക്ക് ആ കാലഘട്ടത്തിൽ കല്ല് കൊടുത്തവരുണ്ട്, മരം കൊടുത്തവരുണ്ട്, ഇരിക്കാൻ പായ കൊടുത്ത ആളുകളുണ്ട്. അവർക്ക് ഉസ്താദ് എന്ത് ഖിദ്മകൾ ചെയ്യുമ്പോഴും അതിന്റെ ഒരു കൂലി അവർക്ക് ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന മക്കളാണ് നാളെ ഇൻഷാ അല്ലാഹ് വലിയ പണ്ഡിതന്മാരായി വരുന്നത്. ആ മക്കൾ നിസ്കരിക്കാൻ പഠിക്കുന്നു. ഉപ്പ ആരാണ്, ഉമ്മ ആരാണ്, അയൽവാസി ആരാണ്, കുടുംബം ആരാണ്, എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത് മദ്രസയാണ്. അതുകൊണ്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഏറ്റവും വലിയ കൂലിയുള്ളത് മദ്രസയാണ്. പള്ളിയേക്കാൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വലിയ കൂലിയുള്ളത് മദ്രസയാണ്. ആ മദ്രസയിൽ നിന്നാണ് എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ കർണാടകയുടെ ഒരു ഗ്രാമത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പ്രിയപ്പെട്ട മുസ്തഫ നഈമി ഉസ്താദിന്റെ കൂടെ ഞാൻ യാത്ര ചെയ്തു. വലിയ ദഅവത്ത് ചെയ്യുന്നുണ്ട്. 10 കൊല്ലമായി 10 കൊല്ലമായി ദഅവത്ത് നടക്കുന്നു. 800ഓളം ഗ്രാമങ്ങൾ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. 800ഓളം ഗ്രാമങ്ങളിൽ 80% അമുസ്ലിമീങ്ങളും 20% മുസ്ലിമീങ്ങളും ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലങ്ങൾ ധാരാളം കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലൊന്നും മദ്രസയില്ല. മദ്രസയില്ലാത്തത് കൊണ്ട് ആളുകൾക്ക് ദീനും അറിയുകയില്ല. അവിടെ ഒരു മരമുണ്ട്. ആ മരത്തിനെ അമുസ്ലിമീങ്ങൾ തവാഫ് ചെയ്യുന്നുണ്ട്. അതേ രൂപത്തിൽ മുസ്ലിമീങ്ങളും വേറൊരു മരത്തിന് ഇങ്ങനെ തവാഫ് ചെയ്യുന്നുണ്ട്. പിന്നെ എങ്ങനെ തിരിച്ചറിയാം? മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഒക്കെ ഒരു മരത്തിനെങ്ങനെ തവാഫ് ചെയ്യുന്നുണ്ട്. ചുറ്റുഭാഗം കല്ലുകൊണ്ട് കെട്ടിയിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ ആ ഒരു കെട്ടിനെ, ആ ഒരു മരത്തിനെ വിളിച്ചു പോരുന്നത് മെഹബൂബെ സുബ്ഹാനി കട്ട. മെഹബൂബെ സുബ്ഹാനി കട്ട എന്നാണ് അതിന് വരിക. മെഹബൂബെ സുബ്ഹാനി എന്ന് പറഞ്ഞാൽ മുഹയ്യദ്ദീൻ ശൈഖിനോടുള്ള ഒരു ബന്ധത്തിന്റെ മേലെ വിളിക്കുകയാണ്. കട്ട എന്ന് പറഞ്ഞാൽ കെട്ട്. അങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ തവാഫ് ചെയ്യുന്നു. പിന്നെ ഈ മരത്തിന്റെ മുകളിൽ ഒരു പച്ച കൊടി കൊട്ടിയാൽ അത് മുസ്ലിമീങ്ങളുടെ തവാഫാണ് എന്നും, ചോന്ത കടി കെട്ടിയാൽ അത് അമുസ്ലിമീങ്ങളുടെ തവാഫാണെന്നും തിരിച്ചറിയാൻ കഴിയും. ഇങ്ങനെ ഈ പച്ച കൊടി കാണുമ്പോൾ അവർ തവാഫ് ചെയ്യുമ്പോൾ ഇവിടെ മുസ്ലിമീങ്ങൾ ഉണ്ടെന്നും, അവിടെ ആരെങ്കിലും ഒരു മുസ്ലിമിനെ തേടി പിടിച്ച് അവർക്ക് ദീനി പഠിപ്പിച്ചു കൊടുക്കുന്ന ധാരാളം ഉസ്താദുമാരുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇവിടെ ഈ മൈക്കൊക്കെ ഇങ്ങനെ തവാഫ് ചെയ്ത് അങ്ങനെ ഉണ്ടാവും. മെഹബൂബെ സുബ്ഹാനി കട്ട എന്ന് പറഞ്ഞിട്ട് ഇതാണ്. അവിടെയൊക്കെ ദഅവത്ത്. മദ്രസയില്ല, പള്ളിയില്ല, നിസ്കരിക്കണമെന്ന് അറിയുകയില്ല. അൽഹംദുലില്ലാഹ്, നമുക്ക് എത്ര ഭാഗ്യവാന്മാരാണ്. മദ്രസ കുറേ ഉണ്ട്, അല്ലേ?
മദ്രസ കുറേയുണ്ട്. ആ മദ്രസയുടെ ഖാദിമീങ്ങളായി നമ്മളൊക്കെ മാറണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഇവിടെയുള്ള മദ്രസക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് അതിന്റെ നിത്യമായ ശമ്പളം കൊടുക്കാനും ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കാനും അതുപോലെ അവിടുത്തെ കറണ്ട് ബില്ലടക്കാനും ഒക്കെ നിത്യമായ വരുമാനമെന്ന നിലയിൽ ഒരു കെട്ടിടം ഇവിടെ ഇൻഷാ അല്ലാഹ് 4 ഫ്ലാറ്റിലായി ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ച് അതിന്റെ പണിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അല്ലാഹു അത് പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. അതിന്റെ ഫ്ലാറ്റ് ഒരാള് ഒന്ന് ഫുള്ളായി ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് വലിയ ഖൈർ അല്ലാഹു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. ഇനി ബാക്കിയുള്ള 3 ഫ്ലാറ്റും കൂടി വേണം. അപ്പൊ അതിന്റെ വാടക കിട്ടുമ്പോൾ അൽഹംദുലില്ലാഹ് ഇവിടെ ശമ്പളം കൊടുക്കുമ്പോൾ എന്നും നമ്മൾ ആ മദ്രസയുടെ ഖാദിമായി മാറിയിട്ടുണ്ട്. എനിക്ക് മദ്രസ എന്ന് പറയുമ്പോൾ വലിയ താല്പര്യമുണ്ട്. 313 മദ്രസകൾ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ആ മദ്രസകളിൽ 232 മദ്രസകൾ പൂർത്തിയായി കഴിഞ്ഞു. 232 മദ്രസകളിൽ 114 മദ്രസകൾ AC സംവിധാനത്തോടുകൂടെ നിലവിൽ വന്നിട്ടുണ്ട്. അതിനൊക്കെ സഹായിച്ച ധാരാളം ആളുകളുണ്ട്. നീ ഖൈർ നൽകണം അല്ലാഹ്. ഇന്നലെ ഞാനുള്ളത് എവിടെയാണ്? ഇന്നലെ ഞാനുള്ളത് തിരുവനന്തപുരം വർക്കല എന്ന് പറയുന്ന സ്ഥലത്ത് മദ്രസയുണ്ടാക്കുകയാണ്. ആ മദ്രസക്ക് വേണ്ടി 25,000ന്റെ 10 പില്ലറുകൾ നൽകിയവരുണ്ട്, സിമന്റുകൾ നൽകിയവരുണ്ട്, കമ്പിക്ക് വേണ്ടി കാശുകൾ നൽകിയ ധാരാളം ആളുകളുണ്ട്. അവർക്കൊക്കെ നീ ഖൈർ നൽകണം അല്ലാഹ്. അതിന്റെ തലേ ദിവസം ഞാനുള്ളത് മലേഷ്യയിലാണ്. മലേഷ്യയിൽ ഞാൻ മലേഷ്യ ടൗണിൽ നിന്ന് ജൗഹർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലേക്ക് 400 കിലോമീറ്ററോളം ഞാൻ സഞ്ചരിച്ചു. എന്തിനു വേണ്ടിയാണ്? ചെറിയ ഒരു കൊച്ചു മജ്‌ലിസിൽ പങ്കെടുക്കാൻ, ഒരു 25 ആളുകളുടെ മജ്‌ലിസിൽ പങ്കെടുക്കാൻ വേണ്ടി. എത്ര 5 മണിക്കൂർ നേരം യാത്ര ചെയ്തു. 5 മണിക്കൂർ യാത്ര ചെയ്ത് സുബ്ഹാനല്ലാഹ് അവിടെ ചെന്നപ്പം 10, 15, 25 ആളുകളുണ്ട്. ആ 25 ആളുകളോട് വഅദ് പറയണം. എന്നിട്ടോ മർക്കസിൽ ഈ വർഷം ഇറങ്ങുന്ന മുതഅല്ലിമീങ്ങൾ സഖാഫിയായി ഇറങ്ങുന്നുണ്ട്. അവർക്ക് സ്ഥാന വസ്ത്രം നല്ല കോട്ട് വാങ്ങി കൊടുക്കണം. ആ കോട്ടിന് വാങ്ങണം 500 കോട്ട് വേണം. ആ കോട്ടിന് വേണ്ടി കാശ് ചോദിച്ചപ്പോൾ 300 കോട്ടിനുള്ള പൈസ അവിടുന്ന് തന്നു. അല്ലാഹുവിൽക്കൊക്കെ വലിയ ബർക്കത്ത് നൽകട്ടെ. അൽഹംദുലില്ലാഹ്. വേറെ ഒരു മജ്‌ലിസിൽ നിന്ന് 200 കോട്ടിനുള്ള പൈസ തന്ന്. അപ്പൊ 7.5 ലക്ഷം റുപ്യയായി. അൽഹംദുലില്ലാഹ്. ഈ വർഷത്തെ മലേഷ്യ യാത്രയിൽ ഈ വർഷം സനത് വാങ്ങുന്ന മുഴുവൻ മക്കൾക്കുള്ള കോട്ടും അവിടുന്ന് കിട്ടി. അല്ലാഹുവിൽക്കൊക്കെ വലിയ ഖൈർ നൽകട്ടെ. അങ്ങനെ ഓരോ ദിവസവും അങ്ങനെ ദഅവത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മളെ ഖിദ്മാത്തുകളിൽ അല്ലാഹു വലിയ ബറക്കത്ത് അല്ലാഹു നൽകുമാറാകട്ടെ. ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ വലിയ ക്ഷീണമുണ്ട്. എന്നെ പ്രസംഗിക്കാൻ വേണ്ടി വിളിക്കുമ്പോഴും ക്ഷീണമുണ്ട്. എന്നാലും മഹാന്മാരെ പേരിൽ ഫാത്തിഹ ഓതിയപ്പോ ക്ഷീണമെല്ലാം പോയി നല്ല നശാത്തോടു കൂടെയാണ് ഇപ്പൊ നിങ്ങളെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. അല്ലാഹു നല്ല ഹിഫ്ള് നൽകട്ടെ. ഷുഗർ പ്രഷറിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. ഉറങ്ങേണ്ട സമയത്ത് ഞങ്ങൾ ഉറങ്ങുന്നില്ല. ഉറങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഉറങ്ങുന്നില്ല. രാത്രി എന്നും ഉറക്കമൊഴിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു ദിവസം മാത്രമേ ഉറക്കമൊഴിക്കുന്നുള്ളൂ. എന്നും ഉറക്കമൊഴിച്ചു നോക്ക്. അപ്പൊ അറിയാം എന്റെ രസം അറിയാൻ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഈ കർണാടകയിലേക്ക് പരിപാടിക്ക് വരാൻ വെറുപ്പാണ്. കാരണം നിങ്ങൾ 10 മണിക്കാ പരിപാടി തുടങ്ങാം. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ പരിപാടിക്ക് വരാം. അപ്പൊ പറയും ഉസ്താദേ ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ ഇശ കഴിഞ്ഞേ വരുള്ളൂ, ഇവിടുത്തെ ആണുങ്ങളൊക്കെ 12 മണിക്കേ വരുള്ളൂ. അത് നിർത്തണം. നിങ്ങൾ തന്നെയുള്ളൂ വരാനുള്ളത്. അടുത്ത മജ്‌ലിസ് മുതൽ പ്രഖ്യാപിക്കണം. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ പരിപാടി തുടങ്ങും. 9:30 മണിയാകുമ്പോൾ പരിപാടി ബിസ്മില്ലാഹിർ റഹ്മാൻ ക്ലോസ്. അങ്ങനെ 2 പരിപാടി നടത്തി നോക്കൂ. അപ്പൊ നിങ്ങളെ പറ്റി പറയും മാതൃകയാക്കണം ഈ നാട്ടില്. ഞാൻ കുറേ സ്ഥലത്ത് എന്തിട്ടുണ്ട്, നിർത്തിയിട്ടുണ്ട്. കുറേ സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉറൂസൊക്കെ സുബ്ഹാനല്ലാഹ് 3 മണി വരെ ഐസ്ക്രീം എന്നാണ്. അതാ ഉറൂസ്. ഐസ്ക്രീം സദസ്സിലൊന്നും ആളുണ്ടാവില്ല, ഐസ്ക്രീം എന്നാണ് ആളുണ്ടാവും. ചന്ത അല്ലെ, ചന്തയിൽ ആളുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അതൊക്കെ നിർത്തണം. അങ്ങനെ നിർത്തിയിട്ട് ഇൻഷാ അല്ലാഹ് മഗ്‌രിബ് പരിപാടി തുടങ്ങി. ഇൻഷാ അല്ലാഹ് ഒരു 9:30 മണിയാകുമ്പോഴേക്കും നമ്മളെ മഖാമിൽ ആണല്ലോ അല്ലേ?
അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ അൽഹംദുലില്ലാഹ് ഈ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് ആ ഒരു മദ്രസയുടെ സ്ഥിരമായ വരുമാനത്തിന് വേണ്ടി അല്ലാഹ് 1000 കല്ല് തരാൻ പറ്റിയ ആളാരാ നമ്മുടെ സദസ്സില്? ഇവിടത്തെ ഒരു കല്ലിന് വില കമ്മിയല്ലോ ഇവിടെ 28 രൂപ. 30 രൂപ, 30,000 രൂപ. 1000 കല്ല് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മദ്രസയുടെ സ്ഥിരമായ വരുമാനത്തിന് ഒരു ജാരിയായ ഒരു സദഖ എന്ന നിലയിൽ 1000 കല്ല് തരാൻ പറ്റുന്ന ഒരാൾ കൈപ്പൊക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരെങ്കിലും ഉണ്ടോ? ഒരാൾ അൽഹംദുലില്ലാഹ് 1000 കല്ല് ഞാൻ തരാം എന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഒരാൾ ഈ സദസ്സിലുണ്ടെങ്കിൽ കൈപ്പൊക്കണം. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ആരാ? ഒരാൾ 1000 കല്ല് ഇൻഷാ അല്ലാഹ് നമ്മളെ വീടും പരിസരവും ലക്ഷക്കണക്കിന് രൂപയുടെ വാഹനവും മൊബൈലും ഒക്കെ നമ്മളെ കയ്യിലുണ്ട്. 30,000 രൂപ മൊബൈൽ ഇല്ലാത്ത ആളുകൾ ആരാള്? അത് വെള്ളത്തിൽ ചാടിയ ഖലാസ്. എന്നാൽ 30,000 കല്ല് അല്ല 1000 കല്ല് തന്നാ ഒന്നും സംഭവിക്കൂല. ഞാൻ പറഞ്ഞു ആരെന്നെ പേര് മുനീർ ബാബയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ് ദുആ ചെയ്തു. ഒരു ഫ്ലാറ്റ് മൊത്തം മൂപ്പര് അതിന്റെ ചെലവ് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അതിന് നിങ്ങൾ ആരും കൂടണ്ട. അതിന്റെ കല്ലും സിമന്റും കമ്പിയും ഒക്കെ മൂപ്പരന്നെ. അല്ലാഹു ജാരിയായ സദഖയാക്കി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ കച്ചവടത്തിലും ജോലിയിലും അല്ലാഹു വലിയ ബറക്കത്ത് അല്ലാഹു നൽകുമാറാകട്ടെ. ഇനി രണ്ടാമത്തെ ഫ്ലാറ്റിനാണ് ഇൻഷാ അല്ലാഹ് 1000 കല്ല് തരാൻ പറ്റുന്ന ഒരാൾ 30,000 രൂപ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാ? 1,00,000 രൂപ അൽഹംദുലില്ലാഹ് ഒരാൾ. ആരേനു? മൈസൂർ ബാവയുടെ മൈസൂർ ബാവ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമുക്ക് കമ്പി വാങ്ങാനുള്ളതാണ്. അവർക്ക് സ്ലാബിനുള്ള കമ്പി വാങ്ങാനുള്ള 1,00,000 രൂപ. അല്ലാഹു ജാരിയായ സദഖയായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. പഠിക്കണ്ടേ? ഭിത്തി പഠിക്കണം. അതിന് ഇൻഷാ അല്ലാഹ് 1000 കല്ല് പറയാൻ പറ്റുന്ന ആരുമില്ലേ നമ്മളെ സദസ്സിൽ? 1000 കല്ല് പറയാൻ പറ്റിയ ഒരാൾ? അല്ലാഹ്. ദുക്തൂർ എന്താ പേര്? മുഹമ്മദ് ഫയാസ്. ദുക്തൂർ മുഹമ്മദ് ഫയാസ് ഇൻഷാ അല്ലാഹ് 1000 കല്ല്. വീട് വെച്ചോ ഡോക്ടറെ? സ്വന്തം വീട് വെച്ചോ? വെച്ചിൽ? അൽഹംദുലില്ലാഹ്. വാപ്പിയമ്മയുണ്ടോ ഇവിടെ? അൽഹംദുലില്ലാഹ്. ഉമ്മയുണ്ടോ? അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ജാരിയായ സദഖയാക്കി കബൂലാക്കണം അല്ലാഹ്. പ്രിയപ്പെട്ട ഡോക്ടർ നല്ല കൈപുണ്യമുള്ള ഡോക്ടറാക്കണം അല്ലാഹ്. മരുന്ന് എഴുതി കൊടുക്കല്ലേ അല്ലേ? ഏതാ MBBS ഉള്ളൂ? നല്ല കൈപുണ്യമാണ്, നല്ല ബർക്കത്ത്. ചിലവർ അങ്ങനെ തൊട്ടാ തന്നെ മാറും. ഡോക്ടർമാര് ഒരു ഓയിൽമെന്റ് എഴുതിയാൽ മാറും. ചിലവർ ഓപ്പറേഷൻ ചെയ്താലും മാറില്ല. ചിലവരെങ്ങനെയാണ് നാവ് ഓപ്പറേഷൻ ചെയ്യുന്ന അറിയുമ്പോൾ കയ്യാ പിന്നെ ഓപ്പറേഷൻ ചെയ്യാം. എന്നാലും പത്രത്തിൽ അല്ലേ? ഡോക്ടർ കണ്ടില്ലേ? നാവ് ഓപ്പറേഷൻ പറഞ്ഞ് മാറിയിട്ട് കയ്യാ ഓപ്പറേഷൻ ചെയ്തു. അത് പൊരുത്തക്കേടാ. അപ്പൊ നല്ല പൊരുത്തമാണ്. ആ പൊരുത്തം കിട്ടുന്നത് ആരാ? നമ്മളെ ഗുരുനാഥന്മാരും നമ്മളെ മാതാപിതാക്കളും അച്ഛന്റെയും അമ്മന്റെയും പൊരുത്തമാണ്. നമ്മളെ ഗുരുനാഥന്മാരെ പൊരുത്തമാണ്. ഗുരുനാഥന് മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, ജൂതനാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, ഏത് മണ്ണാങ്കട്ടിയാവട്ടെ, ആരായാലും നമ്മളെ ഗുരുനാഥന്മാരാണ്. അവരെ നമ്മൾ ബഹുമാനിക്കണം. അയൽവാസിയെ നമ്മൾ സ്നേഹിക്കണം. അയൽവാസി ആരോ ആവട്ടെ, അതാണ് പൊരുത്തം. ആ മാതാപിതാക്കളുടെയും ഉപ്പയുടെയും ഉമ്മയുടെയും അച്ഛന്റെയും അമ്മയുടെയും ഗുരുനാഥന്മാരുടെയും പൊരുത്തം ലഭിക്കുമ്പോഴാണ് ആ ഒരു പൊരുത്തം നമുക്ക് ലഭിക്കുക. അപ്പൊ എല്ലാം റെഡിയാകാൻ. അല്ലാത്ത ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓരെപ്പോ ഓപ്പറേഷൻ ചെയ്താലും കത്തിരിയൊക്കെ പള്ളനുള്ളിൽ മറന്നു പോരും. കത്തിരിയൊക്കെ മറന്നു ഒരു മുട്ടും സൂചിയൊക്കെ മറന്നാ തിരക്കടില്ലേ? കത്തിരിയൊക്കെ വയറ്റിന്റെ ഉള്ളിൽ മറന്നു വെച്ച് പോരും. അങ്ങനെ ചില ഹോസ്പിറ്റലിലൊക്കെ തല്ല് പൊളിക്കാനൊക്കെ പോകും ചില ആളുകൾ. അതൊക്കെ പൊരുത്തമില്ലാത്തതുകൊണ്ടാ. നല്ല പൊരുത്തം വാങ്ങണം. എല്ലാരും പൊരുത്തം വാങ്ങണം. കണ്ടില്ലേ? പിന്നെ മന്ത്രിമാരും ഇവരൊക്കെ
BJPന്റെ നേതാക്കന്മാരും എല്ലാ നേതാക്കന്മാരും ഉണ്ട്, പൊരുത്തം വാങ്ങാൻ വേണ്ടി വന്നവരാണ്. അള്ളാഹു നല്ല പൊരുത്തം കൊടുക്കട്ടെ. ധാരാളം നന്മ പ്രവർത്തിക്കാൻ, നമ്മളെ നാടിനെ പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നല്ല പ്രവർത്തനങ്ങൾ ആര് ചെയ്താലും ആർക്കും എപ്പോഴും അൽഹംദുലില്ലാഹ് സപ്പോർട്ട് ആളുണ്ടാവും. നല്ലത് ചെയ്തില്ലേ ആളുകൾ എല്ലാവരും പൊറുക്കുക തന്നെ ചെയ്യും. ലിസാനുൽ ഖൽഖി അഖ്ലാമുൽ ഹഖ്, മനുഷ്യരുടെ നാവ് എന്ന് പറഞ്ഞാൽ അത് സത്യത്തിന്റെ പേനകളാണ്. മനുഷ്യരുടെ നാവ് എന്ന് പറഞ്ഞാൽ സത്യത്തിന്റെ പേനകളാണ്. എല്ലാവരും പറയും അയാൾ നല്ല മനുഷ്യനാണ്, ആ മന്ത്രി നല്ല മനുഷ്യനാണ്, പഞ്ചായത്ത് മെമ്പർ നല്ല മനുഷ്യനാണ്, അയൽവാസി നല്ല മനുഷ്യനാണ് എന്ന് എല്ലാവരും ഒരാളെ പറ്റി പറഞ്ഞാൽ അവൻ നല്ലവൻ തന്നെയാണ്. ഒരു സമയം മദീനത്തെ പള്ളിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുമ്പോൾ ഒരു മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോയി. ഒരു മയ്യത്ത് കൊണ്ടുപോയപ്പോൾ മുത്തുനബി വജബത്ത് എന്ന് പറഞ്ഞു. രണ്ടാമത് വേറൊരു മയ്യത്ത് കൊണ്ടുപോയപ്പോഴും വജബത്ത് എന്ന് പറഞ്ഞു. രണ്ട് മയ്യത്തിനും ഒരേ വാക്ക് പറഞ്ഞപ്പോൾ മുത്തുനബിയോട് ചോദിച്ചു, മുത്തുനബിയെ രണ്ട് മയ്യത്ത് കൊണ്ടുപോയപ്പോഴും വജബത്ത് എന്ന് പറയുന്ന രണ്ട് വട്ടം പറഞ്ഞല്ലോ, എന്തേ കാരണം? ഒന്നാമത്തെ ഒരാൾക്ക് സ്വർഗം നിർബന്ധമായി, രണ്ടാമത്തെ ആൾക്ക് നരകവും നിർബന്ധമാണ്. സ്വർഗം നിർബന്ധമാകാൻ കാരണം അദ്ദേഹത്തിനെ പറ്റി എല്ലാവരും നല്ല അഭിപ്രായം പറയും. നമ്മളെ പെണ്ണുങ്ങൾ തന്നെ നമ്മളെ പറ്റി നല്ല അഭിപ്രായം പറയില്ല. നിങ്ങളെ പെണ്ണുങ്ങൾ പറയും നിങ്ങളെ പറ്റി എവിടെ നിങ്ങൾ മരിച്ചു കിട്ടിയാൽ മതി എന്നാ റാഹത്തേനെയാണ്. ഞാൻ അന്നും ശല്യം ചെയ്തുകൊണ്ടിരിക്കും. എന്നും ഭാര്യനായിട്ടും വഴക്കുണ്ടാക്കും, എന്നും കുലുമാലുണ്ടാക്കും. സുബ്ഹാനല്ലാഹ്, ഒരു ചപ്പാത്തി വലിപ്പേറിയതിന്റെ മേലും ചീത്ത പറയും, റൗണ്ട് ഇല്ലെങ്കിലും ചീത്ത പറയും. ഇസ്തിരിട്ടത് ഒന്ന് മട്ടായില്ലെങ്കിൽ അപ്പോഴും ചീത്ത പറയും. എപ്പോഴും രാവിലെ എന്നും ഭാര്യനോട് വഴക്കുണ്ടാക്കും. ഇന്ന് രാവിലെ ഭാര്യനോട് വഴക്കുണ്ടാക്കിയ ആളുകൾ ആരൊക്കെയാ? കൈ പൊക്കണ്ട, വാട്സപ്പിൽ പൊക്കണ പൊക്കിയാൽ മതി. വാട്സപ്പിൽ വെക്കണാര് പൊക്കിയാൽ മതി. ഇങ്ങനെ എന്നും ഭാര്യയേറ്റും പണങ്ങുന്ന ആളുകൾ, അത്തരക്കാരാകുന്ന ആളുകൾ മരണപ്പെടുമ്പം സ്വന്തം ഭാര്യ പോലും നമുക്ക് പ്രാർത്ഥിക്കൂല. മരിച്ചുകൊണ്ട് കഴിച്ചില്ലായി നമ്മെല്ലാം പറയാം. പിന്നെ ഒരു കരച്ചിലൊക്കെ കരയാ, വെറുതെ ആളുകൾ കാണാൻ വേണ്ടി കരയാ അല്ലേ? അപ്പൊ അതുകൊണ്ട് എല്ലാവരും നല്ല അഭിപ്രായം പറയണം. അൽഹംദുലില്ലാഹ്, 1000 കല്ല് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഖൈർ നൽകട്ടെ. രണ്ടാമത്തെ ഒരാളാരാ? ബിസ്മില്ലാഹ്, 1000 കല്ല് തരാൻ പറ്റുന്നവര്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 1000 കല്ല് തരാൻ എത്ര കല്ല വേണ്ടിയതിന്? ദുഹരി മൊത്തം എത്ര കല്ല് വേണം? എന്ത് ദുഹര്യങ്ങള്! കല്ല് ചോദിച്ചാൽ പറയും ഫ്ലാറ്റ്, ഫ്ലാറ്റ് ചോദിച്ചാൽ പറയും കല്ല്. ഇങ്ങനത്തെ കുറച്ച് ടീമുണ്ട്. കൊട്ടേഷൻ ആക്കാതെ പരിപാടിയാക്കൽ. ഇയാൾക്ക് പൈസ ഒന്നിച്ചാൻ കൊടുക്കല, ചെക്ക് കൊടുക്കല. അപ്പം നമുക്ക് വേഗം നിർത്താം. നമുക്ക് ഉണ്ടാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് പരിപാടി ഇടാ. അതൊക്കെ കൊട്ടേഷനാ. അപ്പോ അങ്ങനെ ഇൻഷാ അല്ലാഹ് ഇനി ആരാ? അൽഹംദുലില്ലാഹ്, 1000 കല്ല് തരാൻ പറ്റുന്നവർ ഒരാളും കൂടി കൈപ്പൊക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ ഈ മദ്രസയുടെ സ്ഥിരമായ വരുമാനത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ് ഒരു 1000 കല്ല് പറയാൻ പറ്റുന്ന രണ്ടാമത്തെ ഒരാൾ ആരുമില്ല? ഉണ്ടെങ്കിൽ വേം പറയും. ഉണ്ടാ? ആരുമില്ല? സുബ്ഹാനല്ലാഹ്, പിന്നെ എങ്ങനെ തോന്നുന്നു? ഇതൊക്കെ പറഞ്ഞതല്ലേ. നോക്കി ആരാളുള്ളത്? അല്ലാഹ്, ആരുമില്ല. ഒരു 1000 കല്ല് തരാൻ പറ്റിയ ആളുകൾ 1000 കല്ല് രണ്ടാമത് പറയാൻ പറ്റുന്ന ആള് 500 കല്ല് പറയണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 15000 രൂപ ഒന്നിച്ചു കൊടുക്കണ്ട, 2-3 ഗഡുക്കളായിട്ട് കൊടുത്താൽ മതി. ആരാ? ഒരു 500 കല്ല് തരാൻ പറ്റുന്നവര് നമ്മുടെ ഈ സദസ്സിൽ ആകണം. 500 കല്ല് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. 500 കല്ല് അവിടെ. നിങ്ങളെ വാപ്പിയമ്മയൊക്കെ ഉണ്ടോ? ഉപ്പിയമ്മയുണ്ടോ? ഇല്ല, 2 പേരും മരണപ്പെട്ടിട്ടുണ്ട്. രണ്ടാളും ഇല്ലല്ലോ. ഉമ്മണ്ടോ? ഈ വളണ്ടിയേഴ്സ് ഒക്കെ ഇവിടെ തൊള്ളിങ്ങാട്ടി കുതിർക്കും. ഞാൻ ചോദിക്കുമ്പോൾ ജവാബ് പറയാം, ഈ ഇപ്പം ഇങ്ങനെ സാന്ത്വനത്തിൻ്റെ കുപ്പായ കെട്ടിടക്കണത് റിഫായി ശേഖാൻ തോന്നും. ഉമ്മയുണ്ട്. ഞാൻ അവിടെ നിന്നോ? ഉമ്മയുണ്ട്, ഉപ്പയില്ല. ഉപ്പാക്ക് നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാഹ്. ദാരിദ്ര്യമുണ്ടാകുന്ന 18 കാരണങ്ങളുണ്ട്.
അതിൽപ്പെട്ട ഒന്നാണ് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാത്ത വാപ്പയും ഉമ്മയുമാണെങ്കിൽ അവർ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. ആരിഫ് ഹംസുമിയ വാപ്പിയമ്മയൊക്കെ ഉണ്ടോ? ഉമ്മയില്ല. ഉമ്മാക്ക് നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. ഉപ്പാക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. ആരിഫിനും ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിലും ജോലിയിലും നീ ബറക്കത്ത് നൽകണം അല്ലാഹ്. അവിടുന്ന് അൽഹംദുലില്ലാഹ് അത് കാരണമായി ഒരു കുട്ടി അലിഫ് പഠിക്കുമ്പോ ആ അലിഫ് പഠിച്ചുകൊണ്ട് അല്ലാഹു എന്ന് ഉച്ചരിക്കുമ്പോ അലിഫ് ഉച്ചരിച്ചുകൊണ്ട് ബാ ഉച്ചരിച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോ അതിന്റെ 1% ഖബറിലേക്ക് എത്തുന്ന രൂപത്തിൽ നീ കബൂലാക്കണമല്ലോ. 2000 കല്ല് ബിസ്മില്ലാഹ്. ഇനി ആരാ മൂന്നാമത്തെ 1000ക്ക് 500 കല്ല് തരാൻ പറ്റുന്ന രണ്ടാള്? ഒരു പയ്യന് ആകണം. പാപ്പിയമ്മയുണ്ടോ മോനെ? ഉണ്ട്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാഹ്. 232 മദ്രസകൾ മുമ്പിൽ വെച്ചുകൊണ്ടാ ഞാൻ ചോദിക്കുന്നത്. 232 മദ്രസകളുടെ ബർക്കത്ത് കൊണ്ട് ഈ മജ്‌ലിസിനെ കബൂലാക്കണം റഹ്മാനെ. ആ ചെറുപ്പക്കാരന്റെ കച്ചവടത്തിലും ജോലിയിലും വലിയ ബർക്കത്ത് നൽകണം അല്ലാഹ്. 2500 കല്ല്. ഇനി ആരാ ഒരാൾ കൂടി 500 കല്ല് തരാൻ? അൽഹംദുലില്ലാഹ്. പാപ്പിയമ്മയൊക്കെ ഉണ്ടോ? ഇല്ല. ഉപ്പയും ഉമ്മയുമില്ല. അല്ലാഹുവേ രണ്ടുപേർക്കും നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. ജന്നാത്തുൻ നഈമിൽ ഒരുമിക്കാൻ നീ ഭാഗ്യം നൽകണം റഹ്മാനെ. ഏറ്റെടുത്ത കൂട്ടുകാരന്റെ പേരും തറവാടും ഒക്കെ നിനക്കറിയാം. അദ്ദേഹത്തിലും ഭാര്യയിലും മക്കളിലും കുടുംബത്തിലും നീ ഖൈർ നൽകണം അല്ലാഹ്. അൽഹംദുലില്ലാഹ്. 3000 കല്ല്. നാലാമത്തെ 1000ത്തിലേക്ക് ഇൻഷാ അല്ലാഹ് 500 കല്ല് തരാൻ. ബിസ്മില്ലാഹ്. 500 കല്ല്. ആപ്പിയമ്മയുണ്ടോ മോനെ? ഉണ്ട്. അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം അല്ലാഹ്. മുത്തനൂർ തങ്ങൾ മദ്രസയുടെ ഒരു ഖാദിമാണ്. അതുകൊണ്ട് ഞാൻ എവിടെ ചെന്നാലും എനിക്ക് മദ്രസയുണ്ടാകും. അൽഹംദുലില്ലാഹ്. ഇവിടെ സ്ഥിരമായി വരുമാനമാണ് മദ്രസക്ക് വേണ്ടി. അല്ലാഹുവേ ആ ചെറുപ്പക്കാരന് ബർക്കത്ത് നൽകണം അല്ലാഹ്. അവന്റെ ജോലിയിലും കുടുംബത്തിലും നീ ഖൈർ നൽകണം അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം അല്ലാഹ്. ആരാ ഒരാൾ കൂടി 500 പറയാൻ? അൽഹംദുലില്ലാഹ്. ആരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരാൾ കൂടി 500 പറയട്ടെ. ഒരാൾ 500 പറഞ്ഞാൽ 4000 പൂർത്തിയാവും. ബിസ്മില്ലാഹ്. ആരാ 500 കൊല്ലം വരാൻ പറ്റുന്ന ആള്? ബിസ്മില്ലാഹ്. ഉണ്ടോ? 500 കൊല്ലം ഒരാൾ കൂടി പറഞ്ഞ് 4000 പൂർത്തിയാക്കുന്നവൻ എന്ത് വിഷയം മനസ്സിൽ കരുതി ഏറ്റെടുക്കുന്നുവോ ആ വിഷയം പൂർത്തീകരിക്കാൻ ഈ തൗഫീക്ക് നൽകണം അല്ലാഹ്. ആരാ 500 കൊല്ലം? നമ്മളെ ഓപ്പറേറ്ററാ? നിങ്ങളെ വയ്ക്കുക? നിങ്ങളെ ഞാൻ മുമ്പ് കണ്ടിക്കണല്ലേ? കൊടുന്നോ നമ്മൾ കണ്ടു? കാഞ്ഞങ്ങ. അൽഹംദുലില്ലാഹ്. കാഞ്ഞങ്ങാട് നിക്കാഹ വൈറലായത് അല്ലേ? കാഞ്ഞങ്ങാട് നിക്കായത് എല്ലായിടത്തും യൂട്യൂബിൽ കണ്ടില്ലേ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നഫീസത്തുൽ മിസ്രിയാന്റെ നിക്കാഹ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആപ്പിയമ്മയൊക്കെയുണ്ടോ? ഉമ്മയുണ്ട്. വാപ്പയില്ല. വാപ്പക്ക് നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം അല്ലാഹ്. 4000 കല്ല്. 1000 കല്ലും കൂടി ഒരാൾ പറഞ്ഞു പൂർത്തിയാണ്. ആരാ? അബ്ബാസ്. അബ്ബാസ് SM. എവിടെ അബ്ബാസ്? അല്ലാഹ് ദുബായ് എന്നൊക്കെ ഉണ്ടല്ലേ? ഇത് എന്തൊക്കെ എഴുതിയ പിന്നെ എനിക്കൊന്നും തിരിയാത്തോണ്ട് പ്രശ്നമില്ല. ഓൺലൈനിലൂടെ 1000 കല്ല്. നമ്മളെ നാട്ടുകാരനാ? നമ്മളെ നാട്ടുകാരൻ 1000 കല്ല്. അപ്പൊ 5000 കല്ല്. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. അല്ലാഹു ഖൈർ നൽകട്ടെ. ബാപ്പിയമ്മയൊക്കെ ഉണ്ടോ അബ്ബാസിന്റെ? നിങ്ങള് വെറുതെ ഉമ്മ? ഉമ്മയുണ്ട്. ഉറപ്പല്ലേ? ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. ബാപ്പക്ക് നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. 5000 കല്ല്. ഞാൻ അവിടെ നിൽക്കട്ടെ? വെൽത്ത് പ്ലാനൊന്നുമില്ല, ഞാനൊരു പ്ലാൻ വരച്ചതാ. 5000 കല്ല്. അല്ലാഹ്. ഇനി ആരാ? ഒരു 100 പാക്ക് സിമന്റ് പറയാൻ? 100 പാക്ക് സിമന്റ് 38000 റുപ്യ. 38000 റുപ്യ ഇൻഷാ അല്ലാഹ്. ആരാ? 100 പാക്ക് സിമന്റ് പറയാൻ പറ്റുന്നവർ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരുമില്ല? 100 പാക്ക് സിമന്റ് പറയാൻ ഉണ്ടെങ്കിൽ ഞാൻ പറയും. ഇത് മുത്തനൂരിലെ മദ്രസക്ക് വേണ്ടി ചോദിച്ചോന്നല്ല, നിങ്ങളുടെ നാട്ടിലെ മദ്രസ മാണേ പറഞ്ഞോളൂ. ഇരിക്കണ്ട കരുതി നമ്മളെ നാട്ടിൽ കൊണ്ടുപോകാനാണ് അല്ലേ കാഞ്ഞങ്ങാട്? അതെ.
ആരാള് ബിസ്മില്ലാ 1000 സിമന്റ് തരാൻ പറ്റുന്ന ആള് ഒരാളില്ല ഇവിടെ സദസ്സിൽ. 38,000 പറയാൻ ആരുമില്ല. കല്ല് മതിഞ്ഞ് കല്ലിന്റെ പൈസ കൊണ്ട് സിമന്റ് ആക്കാം. പിന്നെ പുള്ള് കല്ലാവും വാർക്കാണ്ടാവും അല്ലേ? പിന്നെ കീളക്കരുത്ത പള്ളി ഉണ്ടാക്കി അവരുണ്ടാക്കേണ്ടി അവിടെ സിമന്റ് ആക്കാഞ്ഞ് അല്ലേ? എന്നാ ഇൻഷാ അല്ലാഹ് 50 പേക്ക് സിമന്റ് പറയാം. 50 പേക്ക് സിമന്റ്. 50 പേക്ക് സിമന്റ് എത്രയാ? 38ന്റെ പകുതി എത്രയാ? എത്രടാ ഈ ഇങ്ങനെ നിക്കണ? വേം 17 എത്രേ? 17 ആ 19 ആരാ ആകണം? അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വാപ്പിയമ്മ കണ്ടോ? ഉണ്ട്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അവരുടെ കച്ചവടങ്ങളിലും ജോലികളിലും ബറക്കത്ത് നൽകണം അല്ലാഹ്. 50 പേക്ക് സിമന്റ് ബിസ്മില്ലാഹ്. ഇനി ആരാ 50 പേക്ക് പറയാൻ പറ്റുന്നവർ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരാൾ കൂടി പറയും. 100 ആവാൻ 50 പേക്ക് സിമന്റ് പോവാ. എന്താ ഉപ്പേ പാൻ്റെ അടുത്ത് കുറേ പൈസ ഉണ്ടാവും. കുറച്ച് സിമന്റ് തരണം. ഇവൽക്കൊന്നും വല്ല കൊടുക്കൊന്നും വേണ്ട. ഇനി ആരാ? ഇൻഷാ അല്ലാഹ് ആരുമില്ലേ? 50 പേക്ക് സിമന്റ് ഒരാൾ കൂടി പറയാൻ. ഇപ്പൊ ഞാൻ നിർത്തൂട്ടോ. ഞാൻ പറഞ്ഞോളൂ. ഇനി ആരും ഇല്ല അല്ലേ? എന്നാ 25 പേക്ക് പറഞ്ഞാണി എല്ലാവരും ഉണ്ടാവും. ചെറിയ പൈസ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 9,000 രൂപ. അത് മതിയോ? 50. ആ അല്ലാഹ് നമ്മളെ പുതിയ വണ്ടിയൊക്കെ എടുത്താ. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. കച്ചവടത്തിൽ ബറക്കത്ത് നൽകണം അല്ലാഹ്. മോനൊരു ചെറിയ കട തുടങ്ങുന്നുണ്ട്, ടെക്സ്റ്റൈൽസ്. അല്ലാഹു തആല 2 പേര് കൂടി നമ്മൾ ഭക്ഷണം കഴിക്കാന്ന് പെരക്കാരന്റെ മോനും അല്ലേ? അല്ലാഹു 2 പേർക്കും ബറക്കത്ത് നൽകട്ടെ. 50 പേർക്ക് 50. അപ്പൊ 100 ആയി. പിന്നെ ആരാ? ബാപ്പിയമ്മയൊക്കെ ഉണ്ടോ നിങ്ങള്? അല്ലാഹു 2 പേർക്കും മഗ്ഫിറത്ത് നൽകട്ടെ. പിന്നെ ആരാ? 25 പേർക്ക് അബൂ ദുക്തൂർ. അൽഹംദുലില്ലാഹ് 25. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. മക്കളിലും കുടുംബത്തിലും ഞാൻ ഖൈർ നൽകണം അല്ലാഹ്. 25. ഇനി ആരാ 25 പേർക്ക് പറയാം? അങ്ങനെ അവിടെ 25. ഇതാരാ എഴുതുന്ന ആള്? നീയാ? ആരാ എഴുതുന്ന ആള്? 25. നിങ്ങൾ ഇവിടെ നിൽക്കി, അവിടെ ഉള്ള പോലെ നിങ്ങൾ നോക്കണ്ട. ഈ സുഹരി നിങ്ങൾ 2 കൊണ്ടിട്ടിക്കണോ? ഒന്നെ ഉള്ളു. ഒന്നുകൂടി കെട്ടിച്ചാൽ എന്നൊക്കെ ചെയ്യാവുള്ളൂ. അള്ളാഹ് ഇവിടെ നിന്നോളൂ. ഇല്ലെങ്കിൽ ഇപ്പോൾ കെട്ടിച്ചു ഞാൻ മുമ്പ് ചെയ്യാൻ കൂടി. അല്ലാഹ് 25. ബിസ്മില്ലാ. അബൂബക്കറോടെ ആകണം. അബൂബക്കർ ഹാജി അല്ലേ? ആണ്. അല്ലെങ്കിലും ആണ്. വെള്ളിയാഴ്ച ജുമാക്കോയിലൊക്കെ ഹജ്ജിമാരാണ്. അൽ ജുമാഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ. ഫക്കീറന്മാരും മിസ്കിന്മാരും ഹജ്ജാണ്. അത് മര്യാദക്ക് പോകണം. അതും ലാസ്റ്റ് പോയാൽ പിന്നെ എങ്ങനെ ആട്ടാ അല്ലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. 25 പേര്. ഇപ്പൊ നിങ്ങൾ എവിടെ എഴുതണേ? ഇപ്പോ ആരെഴുതണേ? ഇവിടെടാ ഇതറാവോ? ഫേനൽ കിതാബ് ഫേനൽ വറക تعال وقف هنا. സജ്ജിൽ ഓലിങ്ങനെ റിഫായി ശേഖരൻ്റെ മാതിരി ബാക്കിൽ ഇങ്ങനെ കുത്തിരുന്നിട്ട് ഇങ്ങനെ എഴുതുക. വലിയ കറാമത്തിട്ടുണ്ടല്ലോ. മറ്റേ പോക്കരേക്കാരൻ പറഞ്ഞ ശേഷം അഹമ്മദേക്കാരൻ എഴുതുക. അങ്ങനെ അല്ലാഹ്. ഇനി ആരാ? അൽഹംദുലില്ലാഹ്. ബിസ്മില്ലാ. കഴിഞ്ഞു. ഇപ്പൊ പറഞ്ഞൊന്നും എഴുതിയിട്ടില്ല. ഇപ്പൊ മൊത്തം എത്രയായി? 150 ഉണ്ടോ? എഴുതിയിട്ടില്ല. ഇവരൊക്കെ കമ്മിറ്റിക്കാരാവില്ലേ? എത്ര പിരിച്ചുവിടണം? ഒരു കൊല്ലം തകണീനോ പിന്നെ പിരിച്ചുവിടണം. ഞാൻ ചിലയിടത്തുനിന്നൊക്കെ പിരിച്ചുവിടലുണ്ട് കമ്മിറ്റിക്കാരെ. സമീറോടെ അപ്പൊ 175 മൂപ്പര 25 ഉണ്ട്, വേറൊരു 25 ഉണ്ട്. അപ്പൊ 175 175. ആ ശരിക്കും എഴുതണല്ലേ? ഓടോ പിന്നെ പോയോ അങ്ങോട്ടനെ? ഓടോ നീ പിന്നെ ഇരിക്കണല്ലോ.
നിക്കള അന്ന് എന്നാ തങ്ങാന്നാ വിളിച്ചോളൂ തങ്ങളെന്ന് വിളിച്ചൂല, ബഹുമാനം കൊണ്ട് വിളിച്ചാ. ഞാനിപ്പോൾ അങ്ങനെ വിളിച്ച ഈ തങ്ങാറി. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നാട്ടിലൊക്കെ ചെന്ന് അങ്ങനെ പറയുമ്പോൾ ആളുകൾ ചേർച്ചു. ഞാൻ എപ്പോഴും കർണാടകത്തിലും കാസർഗോഡും മംഗലാപുരം തന്നെ. അള്ളാഹു ബർക്കത്ത് അൽഹംദുലില്ലാ. വെസ്റ്റ് കോസ്റ്റ് ഇപ്പോൾ നമ്മളെ സ്വന്തം വണ്ടിയാണ്. അങ്ങനെ ഉണ്ട്. കിട്ടിയാറൊക്കെ നമ്മൾ സ്വന്തം ആളാണ്, പൈസ കൊടുക്കണം എന്നുള്ളൂ. വേറെ ആരാ? ബിസ്മില്ലാ. അപ്പൊ 175. ഇനി ആരാ 25? 25 കല്ല് തരാൻ പറ്റുന്ന അല്ല സിമെന്റ് ബാഗ്. അല്ലാ, ഇനി 1,00,000 റുപ്യ തരാനുള്ള കുറച്ച് ആളുകളുണ്ട് ഇവിടെ. ഇവിടെ ഇമ്രാൻ ഇവിടെ രണ്ടാളെ കൈ പൊക്കി. അപ്പൊ 25 വേറൊരാളോ തൊട്ടടുത്ത ആളോ, രണ്ടാളെ പേര് 25 ചെയ്ത 25 ബാഗ്. അല്ലാ, പാപ്പയമ്മയൊക്കെ ഉണ്ടോ മോനെ? വേണ്ട, ആ സാന്ത്വനം കണ്ടില്ല ഇവിടെ ഉത്തർക്കണ് ബേ ചെല്ലട. എത്രക്കാനും ചപ്പാത്തി ചിഞ്ചപ്പം കുത്തണ തിന്നേ ആ പറഞ്ഞോട് ദ്വേരക്കാനാണ് പോയെന്ന ടീമാ. ഉമ്മയുണ്ട്. നിന്നെവിടെ നിർത്തിയ ഞാൻ എന്നെ ചുവക്കാൻ. ഉമ്മയുണ്ട്, ഉപ്പയില്ല അല്ലേ? ഉപ്പാക്ക് മഗ്ഫിറത്ത് നൽകണമല്ലോ, ഉപ്പാക്ക് മഗ്ഫിറത്ത് നൽകണമല്ലോ. ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനേ. ഇവിടെ നിന്നോ, ഈ ചെറുക്കൻ്റെ അടുത്ത് നിന്നോ, അല്ലെങ്കിൽ ആ കുപ്പായം ഇട്ട് കൊടുത്തോളാം. 1,00,000 റുപ്യ തരാൻ പറ്റിയ ആളുകളാരാ? ഇനി വലുത് കേൾക്കണം. ആരാ 1,00,000 തരാൻ പറ്റിയ? പ്രസിഡന്റ് ഇവിടെ 1,00,000 വാങ്ങണം അല്ലേ? 1,00,000. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. പാപ്പിമ്മക്കല്ലേ? ഉപ്പയില്ല. അല്ലാഹ് മഗ്ഫിറത്ത് നൽകണം റഹ്മാനേ. ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാഹ്. കുടുംബത്തിൽ നീ ഖൈർ നൽകണം റഹ്മാനേ. ഭക്ഷണം കഴിച്ചോളൂ. ഇനി സെക്രട്ടറിയോടെ 1,00,000 തരാം. ഓന് 1,00,000 കണ്ടിട്ടാണല്ലോ ഇതുവരെയായിട്ട്. പിന്നെ അങ്ങനെ 1,00,000 എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ അറ്റാക്ക് ആകണമാരുണ്ട് അവൻ്റെ മൂത്ത് നോക്കിയിട്ട്. അല്ലാ, ഓപ്പ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താ. അവിടെ നിന്നോട്ടോ ജിജ, അവിടെ നിന്നോ എടാ. ഓൻ പിന്നെ അങ്ങോട്ട് പോയി മൊബൈൽ കൊടുത്ത്. ഈ പെണ്ണെട്ടിയില്ലേ? പെണ്ണ് ഇവിടെ ഉണ്ടോ? നോക്കൊരു മൊമെന്റ് കൊടുക്കണം, എന്നെ കൊണ്ടെടുക്കണേ. ആ ചാവി ഒന്ന് നോക്കണം. ഇവിടെ നിർത്ത്. എല്ലാവരും ഇവിടെ നിറയുമ്പോൾ അവിടെ ഇവിടെ. സുബ്ഹാന ജല്ല. നിങ്ങൾ ഏതായാലും ഞാൻ മറക്കൂല, നിങ്ങൾ ഇനി മറക്കൂല. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ചാവിയോ? ആർക്കാ ചാവി കൊടുക്കണേ? ഉപ്പേ? അതേ കൊണ്ട് കൊടുക്ക്. എല്ലാം എൻ്റെ അടുത്ത് തന്നെ. ഇനി ആരാ 1,00,000 തരാൻ പറ്റൂല്? ഉണ്ടോ? ഇനി 1,00,000 തരാൻ പറ്റൂല്? നിർത്തുക. 1,00,000 50,000 തരാൻ പറ്റുമോ? ഒരാൾ 50,000 50,000 രൂപ തരാൻ പറ്റൂല്? എന്തോ ആരുണ്ട്? ഇവര് വരെ 1,00,000 തരാൻ പറ്റുമല്ലുണ്ട്. എനിക്ക് നിങ്ങളെ കണ്ണുമോറ് കണ്ടാ അറിയില്ല. എൻ്റെ കറാമത്ത് ഇവർക്ക് തിരിയൂല. ഇവര് പറയാം ഞാൻ 50 ചോദിച്ചപ്പോൾ ഓർക്ക് പറയാം 1,00,000 തരും. എനിക്കൊരു സദസ്സ് ചെന്നാൽ അറിയുമ്പോഴേ എത്രയൊക്കെ തരാനുള്ളവരൊക്കെ. ഓനെന്തോ ചെറിയ തരാള് പോയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഞാൻ 2 തരാം. ഉണ്ടോ? 50,000 തരാൻ പറ്റുമല്ലോ. 25,000 ഉണ്ടോ? കണ്ണ് നോക്കുക. അപ്പൊ പോകുമ്പോ ട്രെയിന് അതോളങ്ങ് നോക്കും. 10 പേക്ക് പറയാൻ പറ്റുന്നവരാരാ? ബിസ്മില്ലാഹിർ റഹ്മാൻ. 10 പേക്ക് സിമന്റ് അത് എല്ലാവർക്കും കഴിയും. അല്ലാഹ് 25 നിയാസ്. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ, അല്ലാഹു ഖൈർ നൽകട്ടെ. ഇവിടെ നിയാസ് ഉപ്പയില്ല അല്ലേ? ഉപ്പയില്ല. ഉപ്പയില്ലല്ലോ മോനെ? ഉമ്മയുണ്ട്. ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. ഇനി ആരാ ഇൻഷാ അല്ലാഹ് 25 പേക്ക് തരാൻ പറ്റുന്നുണ്ടോ? ആകണം നമ്മളെ ഓപ്പറേറ്റർ, സൗണ്ട് എഞ്ചിനീയറാ. അതുകൊണ്ടാണ് മൈക്കൊക്കെ ചീത്ത അറിയാൻ പറ്റാത്തത്. നല്ല ഉഷാറുണ്ട് ഓന്. ഓന് സൗണ്ട് എഞ്ചിനീയറാണ്. നിങ്ങൾ എഴുതി ഓൻ ടീഷർട്ട് ഇട്ട് ഇങ്ങനെ കുത്തിർക്കുമ്പോൾ ഓൻ എന്താണ്? എഞ്ചിനീയറാ.
സൗണ്ടിന് എഞ്ചിനീയർമാരുണ്ട്, അല്ലെങ്കിൽ നമ്മളെ പള്ളിക്കത്ത് ദൂരം മൈക്കോണാക്കിയാലേക്കണം. ഇങ്ങോട്ട് തിരിച്ചുമ്പോൾ കൂറണം വെച്ചാൽ, ഇങ്ങോട്ട് തിരിച്ചുമ്പോൾ കീയർ, പിന്നെ നടുക്ക് നിർത്തല, അങ്ങനെയാണ്. പക്ഷേ ഓൻ തിരിച്ചതിന്റെ ആവശ്യമില്ല, എഞ്ചിനീയർമാരാണ്. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. പാപ്പിയമ്മയുണ്ടോ മോനെ? വാപ്പരുത്തനുണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം. അല്ലാഹ് ആ കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഞാൻ പോകുന്ന പല മജ്ലിസിലും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് മുഖം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മൾക്ക് പരിചയമുണ്ടല്ലോ. അൽഹംദുലില്ലാ, അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. അൽഹംദുലില്ലാ. ഇതൊക്കെ ഓല മൈക്കി കൂടെ പറഞ്ഞ് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓൽക്കും അതിൻ്റെ ഒരു കൂലി കിട്ടുന്നുണ്ട്. ഇവിടെ ഗാനമേള എടുക്കണമെങ്കിൽ കൂലിയൊന്നും കിട്ടൂല. ഞാൻ തന്ന വയലിൽ കിട്ടിയൊക്കെ പോവുകയും ചെയ്യും. അപ്പൊ അൽഹംദുലില്ലാ, അത് വലിയ കാര്യമല്ലേ? നന്മക്ക് വേണ്ടി അൽഹംദുലില്ലാ നമ്മളെ സൗണ്ട്, നമ്മളെ ആരോഗ്യം, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ നന്മക്ക് വേണ്ടി ചെലവഴിക്കും, വലിയ ഖൈറാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. 25 ബാഗ്. ഇനി ആരാ? ആസിഫോടെ ആകണം. ഉമ്മ മരണപ്പെട്ടിട്ടുണ്ടല്ലേ? അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. പാക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. അല്ലാഹു എല്ലാ രോഗത്തിനും നീ ശിഫ നൽകണം റഹ്മാനെ. ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ, ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ, ലൈസ ലഹാ മിൻ ദൂനില്ലാഹി കാശിഫ. അല്ലാഹുവേ നീ ശിഫ നൽകണം അല്ലാഹ്. ഇനി ആരാ? ബിസ്മില്ലാ ആകണം. 25 പേര്. വീടുണ്ടാക്കിയോ? അൽഹംദുലില്ലാ. വാപ്പിയുണ്ടോ? ഉണ്ട്. വാപ്പയില്ല. വാപ്പാക്ക് മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. ഭാര്യയിലും മക്കളിലും കുടുംബത്തിലും നീ ഖൈർ നൽകണം അല്ലാഹ്. ഈ ഉസ്താദ് ഇത്രയും പറഞ്ഞോ? 25 കൊണ്ടാണോ? ഉറങ്ങുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്. രണ്ടൊരു മൂലേറ്റ് വേദനമായ മാതിരിയാ. ഉമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദുൻ. സൂരി സുബ്ഹാനങ്ങൾ. ഇനി ആരാ? അൽഹംദുലില്ലാ. അപ്പൊ എത്രയാക്കി സിമന്റായി? 275. ഇനി ആരാ 25 പറയാൻ പറ്റുന്നവര്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരാൾ കൂടി പറഞ്ഞ 300 പൂർത്തിയാക്ക്. ബിസ്മില്ലാ. ആരുമില്ല? 25 പേക്ക് പറയാൻ പറ്റുന്നവർ ആരും ഉണ്ടെങ്കിൽ 10 പേക്ക് പറയാൻ പറ്റുന്നവർ പറഞ്ഞാണ് ഞാൻ നിർത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാൻ. 10 പേക്ക് ഇതാ ഇവിടെ 10. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കോളി. നിങ്ങൾ വാപ്പയമ്മയൊക്കെ ഉണ്ടോ? ഇല്ല. ഉപ്പയും ഉമ്മയും ഇല്ല. രണ്ടുപേർക്കും നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. ജന്നാത്തുൻ നഈമിൽ ഒരുമിക്കാൻ നീ ഭാഗ്യം നൽകണം അല്ലാഹ്. 10. സലീം. എത്താണ് 10 മതിയോ? അപ്പ മതി. പഞ്ചായത്ത് മെമ്പർ 10 എന്നാ ഞാൻ മന്ത്രിയാട്ടെ, എന്നാ കുറച്ച് തോനെ കിട്ടിക്കോളും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആപ്പിയമ്മയുണ്ടോ മോനെ? ഉണ്ട്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം അല്ലാഹ്. അൽഹംദുലില്ലാ. ധാരാളം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. അൽഹംദുലില്ലാ. ഞാൻ ഇൻഷാ അല്ലാഹ്. അപ്പോ അഹ്സൻ ഉസ്താദിന്റെ ജ്യേഷ്ഠൻ 10 ലത്തീഫി. ലത്തീഫിയോടെ നല്ല പൈസ ഉണ്ടല്ലോ. 10 പേക്ക് അല്ലാഹു കബൂലാക്കട്ടെ. 305. അൽഹംദുലില്ലാ. ഖിദ്മാത്തുകളിൽ ബറക്കത്ത് നൽകണം അല്ലാഹ്. 305. 10 പേക്ക്. ഇന്റെ ദുആയിൽ പെടണമെങ്കിൽ ഇപ്പൊ പറഞ്ഞോളി. നാളെ പറഞ്ഞാൽ ഇന്റെ ദുആയിൽ പെടൂല. ഞാൻ നാളെ ദ്വരക്കും കേൾക്കും വേണ്ടി, മറ്റന്നാളെയും ദ്വരക്കും, എന്നും ദ്വരക്കും. ഇപ്പൊ 232 മദ്രസക്കാർക്ക് ദ്വരക്കണ്ടില്ല, അതേപോലെ ഇങ്ങനെ ദ്വരക്കും. അതിനിപ്പൊ പറയണം. റഫീഖ് ഉസ്താദ് എല്ലാ ഉസ്താദ്മാരും തരുന്നുണ്ട്. 10 അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 315. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. ഇനി ആരാ 10 പേക്ക്? 315. അനീഫ. അനീഫ കുറച്ചുകൂടി ഒക്കെ കയ്യും. 10 പേക്ക് അല്ലാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാ. അവ 325. അൽഹംദുലില്ലാ. ഖൈർ നൽകണം റഹ്മാനെ. 325. ഇനി ആരാ 10 പേക്ക്? ആരുമില്ല. ബേബാനോട് 10 പേക്ക് തരാൻ കഴിയാത്തോളൊന്നും ആരുമില്ല. എന്താ 10 പേക്ക്? 10 പേക്കിനാകെ 4000 റുപ്യ ആവുള്ളൂ. ബിസ്മില്ലാ. നേരുള്ള ആകണം 10 പേക്ക്. കുറേ നേരത്തെ ഒരുങ്ങി നിൽക്കുന്നുണ്ട് നിങ്ങൾ.
അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ, ഖൈർ നൽകട്ടെ. 335. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഖൈർ നൽകണമല്ലോ, കുടുംബത്തിൽ സന്തോഷം നൽകണമല്ലോ. 335. ഞാൻ പത്തിയാക്ക് 10 വേക്ക്. ബിസ്മില്ലാഹ്. ഉണ്ടാ മൻസൂർ നമ്മുടെ സെക്രട്ടറി. അല്ലാഹ്, സെക്രട്ടറി 10 വേക്ക്. സെക്രട്ടറി പോരൊക്കെ ഉണ്ടാക്കിയില്ലേ? ഇങ്ങക്ക് വരെ ഉണ്ടാക്കിയില്ല, എനിക്കല്ല. ഉണ്ടാക്കിയില്ലേ? എന്തൊരു ബേജാറ്. ആ, പഴയ പോരുണ്ട്, സാധുവാണ്. എന്താ പണി? അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഇതാരാ കുട്ടിയാ? കുട്ടിയാ ഉമ്മാൻ്റെ അടുത്ത് പോയി പത്തിയാക്ക് ചുമനെ കൊണ്ട. അതിനോന് കുറേ നേരം ഇങ്ങോട്ട് കയറാന്. ഓന്റെ ആഗ്രഹം നമ്മൾ സഫലീകരിച്ചണല്ലോ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. നമ്മളെ സെക്രട്ടറിന്റെ ഭാഗം 10. 345. ഇനി ആരാ? 10 വേക്കറ്റ്. മുത്തനൂർ തങ്ങളെ ദുആയിൽ പെടണോ? നാളെ പെടണം, ഒന്നല്ല, നാളെ പെടണോ? 10 വേക്ക് പറഞ്ഞോ. ബിസ്മില്ലാഹ്. 345. 10 വേക്കണ്ട. സഹോദരിമാരില്ല ഇവിടെ? ഓരൊന്നും ഉണ്ടാതെ ഇവിടെ അങ്ങനെ തരലില്ല. അതിനവിടെ ആരും ഇല്ലല്ലേ? അതിനാരും ഇല്ലല്ലേ ഇതിനവിടെ? നിങ്ങളാ ഇവിടെ കുത്തിരിക്കണേ, വേറെ ആരുമില്ല. ആദ്യം നിങ്ങൾക്ക് ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാക്കുക എന്ന് ആദ്യം പഠിപ്പിച്ചു തരണം. എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ. ഞാനും മൂപ്പരും വന്നിട്ട് എന്ത് കാര്യമുള്ള? പേര് പറയാത്ത പേരില്ലേക്ക് എന്നാൽ മതി. നാളെ സ്ഥലത്ത് നോക്കുമ്പോൾ ഫുള്ള് പേരില്ലാത്ത ആളാണ്. പിന്നെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. 10 വേക്ക്. അപ്പൊ 355. അല്ലാഹു കബൂലാക്കട്ടെ, ബർക്കത്ത് നൽകട്ടെ. 350. ഞാൻ 5 വേക്ക് പറയാൻ പറ്റുന്നവര് 5 വേക്ക്. ചെറുത് പറഞ്ഞോളൂ, ഒന്നും കഴിയാത്തൊരു 5 വേക്ക് സിമെന്റ് എല്ലാവരും പറഞ്ഞു കൂടിക്കൊതി. ബിസ്മില്ലാഹ്. ആരല്ലേ? ആരുല്ലേ? ഇസ്മായിൽ എത്ര? അല്ലാ, ഉമ്മാന്റെ പേരിൽ. ഉമ്മല്ലപ്പോ മരണപ്പെട്ടു പോയ ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യാൻ 5 വേക്ക് അല്ലാഹു കബൂലാക്കട്ടെ, മഗ്ഫിറത്ത് നൽകട്ടെ. ആ നേരെ അല്ലാഹ് ഇങ്ങനെയുള്ളവരൊക്കെ അങ്ങനെ കൊടുത്തോണ്ട് ബിസ്മില്ലാഹ്. അവർ 10 തഹ്ലീൽ ചൊല്ലി നമുക്ക് ദുആ ചെയ്ത് ഇന്നത്തെ എല്ലാ പരിപാടിക്കും അല്ലേ? അടുത്ത കൊല്ലത്തേക്ക് ഇൻഷാ അല്ലാഹ് 50 കിലോ അരി അടുത്ത റിഫായിസേക്ക് തങ്ങൾ നീർച്ചയ്ക്ക് 50 കിലോ അരി പറയാൻ പറ്റുന്ന പറഞ്ഞിട്ട് ബിസ്മില്ലാഹ്. 50 കിലോ അരി അടുത്ത വർഷത്തേക്ക് ബിസ്മില്ലാഹ് ഉണ്ടെങ്കിൽ പറഞ്ഞോ ആകണം. 50 കിലോ 50 കിലോ അപ്പൊ 100 അല്ലാഹു കബൂലാക്കട്ടെ. രണ്ടുപേർക്കും അല്ലാഹു ബർക്കത്ത്. 50 പേക്ക് സിമന്റ് ആദ്യം പറഞ്ഞ ആളാണ്. അല്ലാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ്. പിന്നെ മൂപ്പരും നമ്മളൊപ്പം ഉണ്ടായിന് ഭക്ഷണം കഴിക്കാൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. സിഹറൊന്നല്ല, എല്ലാവർക്കും സിഹർ. അപ്പോഴും ഇത് സിഹർ എന്താ മത്തി കച്ചവടം? ആ വർത്തനം എന്നോട് വരണ്ട. സിഹിറൊന്നിലൊക്കെ നമ്മളെ കുഴപ്പം കൊണ്ടാണ്. ഒക്കെ ഇത് സിഹിർ എല്ലാവർക്കും സിഹിറ. ഈ കണ്ണാട വെച്ചത് ഇവിടെ സിഹിറ, ഇത് പൊട്ടിയത് സിഹിറ. ആലിയാജി ആ അതാവും. ഞാൻ വരുന്നതാണ്. അൽഹംദുലില്ലാഹ്. ഇനി ആരാ? അൽഹംദുലില്ലാഹ്. അല്ലാഹു അക്ബർ. അപ്പൊ 100 ഇന്ന് എത്ര ചോറ് വെച്ചോടെ? അപ്പോൾ 1 കിൻഡൽ അടുത്ത കൊല്ലത്തേക്ക്. ഒരാൾ കൂടി ഒരു 50 കിലോ പറയുകയാണെങ്കിൽ അടുത്ത കൊല്ലം 1.5 കിൻഡലോ ഒക്കെ ഞാൻ തന്നെ വരുമ്പോഴേ ഇൻഷാ അല്ലാഹ്. 50 കിലോ 50 കിലോ അരി അടുത്ത വർഷത്തേക്ക്. എന്നെ അയാൾ നീ ഇറച്ചി വാങ്ങിയാൽ മതി. ഫുള്ളിറച്ചി മൂപ്പരുന്നാണ്. അതെ, എല്ലാവർക്കും കൂടണ്ടേ? ഇൻഷാ അല്ലാഹ്. അപ്പം ഞാൻ ദ്വാരക്കുന്ന രണ്ടാമത്തെ ഫ്ലാറ്റ് എന്താ പേര്? KG നാസർ. KG എൻ നാസർ. രണ്ടാമത്തെ ഫ്ലാറ്റ് മൊത്തം. അല്ലാഹു അക്ബർ. ഇപ്പൊ 2 ഫ്ലാറ്റായി. മൂന്നാമത്തെ ഫ്ലാറ്റ് ഏകദേശമായി. ഇനി 4ാമത്തെ കുറച്ചായിട്ടുണ്ട്. ഇവിടെ ഇനി കുറച്ചും കൂടി ആയാണ്. നമ്മൾ വന്ന അങ്ങനെയാണ്. വിഷയം പൂർത്തീകരിച്ചു പോകുന്നതാണ്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ജദ്ദിദു ഈമാനകും വനഫിറു ഖുലൂബകും വസയ്യിനു അൽസിനതകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്
അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഹോദരിമാരെല്ലാരും 1000 റുപ്യ മനസ്സ് കരുതിക്കോ. നമ്മളെ ഈ സംരംഭത്തിന് ഒന്നും കഴിയാത്ത സഹോദരിമാരാണെങ്കിൽ 1000 രൂപ ഓരോരുത്തരും കരുതിക്കോ. ഇൻഷാ അല്ലാഹ് ഓരോ സഹോദരിമാരും 1000 തരണം. നമ്മളെ ഈ സംരംഭം പൂർത്തീകരിക്കണം. അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിന്റെ ഉദ്ഘാടനം നടത്തണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എല്ലാവരും ഒന്ന് എണീറ്റ് നിൽക്കട്ടെ. മറ്റുള്ള ആളുകളൊക്കെ ഒന്ന് അടുത്ത് നിന്ന് നമുക്ക് ചെറിയൊരു ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. യാ ഹയ്യു യാ ഖയ്യൂം, 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 യാ ഹയ്യു യാ ഖയ്യൂം. അടുത്ത വർഷം മഗ്‌രിബിക്ക് പരിപാടി തുടങ്ങാണ്ട. ഇതുവരെ ഞാൻ എപ്പോ വന്നിക്കണ നിങ്ങൾ ബില്ലിനെ കൂടെ കടത്തി ഓർക്കാൻ. ഇപ്പൊ സമയത്തുറായി 11 മണി അല്ല. അപ്പൊ അതുകൊണ്ട് ഈ പരിപാടി നിർത്തുക. മൻ സന്ന സുന്നത്തൻ ഹസനത്തൻ ഫലഹു അജ്റുഹാ അജ്റു മൻ അമില ബിഹാ. നല്ല ഒരു ചര്യയെ നമ്മൾ കൊണ്ടുവന്നാൽ ആ കൊണ്ടുവന്ന മഹല്യർക്കൊക്കെ അതിന്റെ കൂലി കിട്ടും. അത് കണ്ടിട്ട് വേറെ മഹല്യർ കണ്ടാലോ കൂലി കിട്ടും. അപ്പൊ രാത്രി 9 മണി 10 മണിക്ക് ആളുകൾക്ക് ബുദ്ധിമുട്ടാകുക. ആ സമയത്ത് പരിപാടി വെക്കരുത്. അപ്പൊ പരിപാടി തീരണം. എല്ലാ സഹോദരിമാരും ഞാൻ ഈ പറയുന്ന വാക്ക് കേൾക്കണം. അടുത്ത ഒരു മജ്ലിസ് ഇവിടെ നടക്കുമ്പോൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഉടനെ വരിക. 10 മണിന്റെ ഉള്ളിൽ ഇൻഷാ അല്ലാഹ് എല്ലാ പരിപാടി നിർത്താം. ആ പാസ്സാക്കല്ലേ അല്ലേ? ദിൽസാദ് എത്ര? 100 പാക്ക് സിമന്റ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. മിസ്രിയ 10 പാക്ക് സിമന്റ്. ഇപ്പൊ എത്രയായി മൊത്തക്ക്? 500 ആയില്ലേ? ആ സഹോദരിമാരെല്ലാവരും, ഞാൻ ആരോട് ചോദിക്കുന്നില്ല, ഇപ്പൊ എല്ലാവരും 1000 രൂപ നിങ്ങളൊക്കെയും നമ്മുടെ ഈ സംരംഭത്തിലേക്ക് കരുത്. അതുകൊണ്ട് തരാൻ കഴിയാത്തവരൊക്കെ എല്ലാവരും 1000 റുപ്യ തരണം. അപ്പൊ എല്ലാവരും തരുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിത് പൂർത്തിയാവും. അടുത്ത വർഷം റിഫായി ശൈഖ് തങ്ങളുടെ ഇൻഷാ അല്ലാഹ് 28ാമത്തെ നമ്മുടെ മജ്ലിസും ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ബിൽഡിംഗ് സമർപ്പണവും ഇൻഷാ അല്ലാഹ് നടത്തണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം, 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 യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം. അൽഹംദുലില്ലാഹ് الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. يا الله يا الله يا لطيف يا الله يا نور يا الله يا قهار يا الله يا جبار يا الله. സാധുക്കളാണ്, പാപികളാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു തരണം. അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണം. അല്ലാഹുവേ ഞങ്ങളുടെ അവസാനം നന്നാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം. സാഹിരീങ്ങളുടെ സിഹറിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം. വാലിമീങ്ങളുടെ ദുൽമിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം. ചതിയന്മാരുടെ ചതിയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം. കള്ള പ്രചാരകരുടെ പ്രചരണത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ. അല്ലാഹുവേ ഈ സദസ്സ് മദീനയിലേക്ക് നീ എത്തിക്കണം റഹ്മാനെ. ഈ സദസ്സ് മദീനയിലേക്ക് എത്തിക്കണം. അല്ലാഹ് മുത്തുനബിയുടെ പൊരുത്തമുള്ള മജ്ലിസാക്കണം റഹ്മാനെ. റിഫായി ശൈഖ് തങ്ങളെ നോട്ടമുള്ള മജ്ലിസാക്കണം റഹ്മാനെ. മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളെ നോട്ടമുള്ള മജ്ലിസാക്കണം റഹ്മാനെ. അല്ലാഹുവേ വൃത്തിയുള്ള ഖൽബ് ഞങ്ങൾക്ക് തരണം. അല്ലാഹ് കിബ്ർ ഞങ്ങൾക്ക് നൽകല്ലേ, റിയാ നൽകല്ലേ, ഉജ്ബ് നൽകല്ലേ, ഹസദ് നൽകല്ലേ. ഖൽബിയായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം. ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ല റഹ്മാനെ. വീണ്ടുമറുള്ളവരുണ്ട്, നീ ശിഫ നൽകണം. നീ
സലാമത്ത് നൽകണം റഹ്മാനെ. ആരെല്ലാം എന്തെല്ലാം രോഗങ്ങളുമായി മജ്ലിസിൽ വന്നു, ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ രോഗത്തിന് നീ ശിഫ നൽകണം അല്ലാഹ്. മക്കളില്ലാത്തവർ ഞങ്ങളെ മജ്ലിസിലുണ്ട്, അവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം റഹ്മാനെ. ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെ നൽകണം അല്ലാഹ്. പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെ നൽകണം അല്ലാഹ്. ആണായാലും പെണ്ണായാലും സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം അല്ലാഹ്. വിവാഹ പ്രായമെത്തി നിൽക്കുന്ന സഹോദര സഹോദരിമാർക്ക് നല്ല റാഹത്തുള്ള ഇണകളെ നീ നൽകണം റഹ്മാനേ. ഞങ്ങളെ കടങ്ങളെ നീ വീട്ടിൽ തരണം റബ്ബേ. ഞങ്ങളെ കടങ്ങളെ നീ വീട്ടിൽ തരണം റബ്ബേ. കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാഹ്. മയ്യത്ത് മുമ്പിൽ വെച്ച് പള്ളിയിലെ ഇമാമിന് ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. ഈ കടക്കുന്ന ജനാസയുടെ മേൽ കടമുണ്ട്. ആ കടം മക്കൾ ഏറ്റെടുത്തിരിക്കുന്നു, കുടുംബം ഏറ്റെടുത്തിരിക്കുന്നു, ഏതെങ്കിലും ഒരു സംഘടന ഏറ്റെടുത്തിരിക്കുന്നു എന്ന് നമ്മളെ മയ്യത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് വിളിച്ച് പറയേണ്ട ഗതികേട് നീ തരല്ല അല്ലാഹ്. നീ തരല്ല റഹ്മാനേ. അല്ലാഹുവേ, നല്ല റാഹത്തോടെ നീ ഞങ്ങൾക്ക് നൽകിയ നിഅമത്തുകളെ നിലനിർത്തി തരണം അല്ലാഹ്. ഇസ്സത്തുകളെ നീ നിലനിർത്തി തരണം റഹ്മാനേ. മരിക്കുന്നത് വരെ, അവസാനത്തെ ശ്വാസം വരെ ദീനിന് വേണ്ടി ഖിദ്മ ചെയ്യാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. 313 മദ്രസകൾ ഉണ്ടാക്കണം. ആ മദ്രസകൾക്ക് വേണ്ടി ഖിദ്മകൾ ചെയ്യണം അല്ലാഹുവേ. അതിന് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. നീ തൗഫീഖ് നൽകണം റഹ്മാനേ. അല്ലാഹുവേ, വീടില്ലാത്ത ആളുകൾക്കൊക്കെ നല്ല വീട് വെക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനേ. പടച്ചവനെ, വിദേശത്തുള്ള ഞങ്ങളെ പ്രവർത്തകന്മാരുണ്ട്, അവർക്ക് ബർക്കത്ത് കൊടുക്കണം റഹ്മാനേ. ഇന്നത്തെ ഈ മജ്ലിസിലേക്ക്, എല്ലാ മജ്ലിസിലേക്കും അരിയും മാംസവും ഒക്കെ തരുന്ന മാന്യ കുടുംബം, ആ കുടുംബത്തിൽ ബർക്കത്ത് നൽകണം അല്ലാഹ്. ഇവിടുത്തെ ഓപ്പറേറ്റർമാർക്ക് ബർക്കത്ത് നൽകണം അല്ലാഹ്. മീഡിയ പ്രവർത്തകന് ബർക്കത്ത് ചെയ്യണം റഹ്മാനേ. ഭക്ഷണം പാകം ചെയ്തവർക്ക് ബർക്കത്ത് നൽകണം അല്ലാഹ്. പാക്ക് ചെയ്തവര്, വിതരണം ചെയ്യുന്ന ആളുകൾ, അതിനു വേണ്ടി ഖിദ്മ ചെയ്യുന്ന ആളുകൾ, എല്ലാവർക്കും നീ ഖൈർ ചൊരിയണം അല്ലാഹ്. ഓരോ ദിവസവും ഞാനിങ്ങനെ ഉറക്കമൊഴിച്ച് ദഅവത്ത് ചെയ്യുന്നുണ്ട്. നിന്റെ യുവത്വം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവേ, ഓരോന്നും എണ്ണി എണ്ണി പറയാൻ ഞങ്ങൾക്ക് കഴിയണം. ഞങ്ങളുടെ ഹസനാത്തിന്റെ തുലാസിൽ എഴുതപ്പെടണം. ആ രൂപത്തിൽ ഇത് നീ കബൂലാക്കണം അല്ലാഹ്. നീ കബൂലാക്കണം റഹ്മാനെ. ഇവിടെ ഓരോ ഫ്ലാറ്റുകൾ ഏറ്റെടുത്ത 2 കൂട്ടുകാരുണ്ട്. 2 പേർക്കും ബറക്കത്ത് നൽകണം അല്ലാഹ്. 1000 കല്ലുകളും 500 കല്ലുകളും ഒക്കെ ഏറ്റെടുത്തവരുണ്ട്. അങ്ങനെ 5000 കല്ല് ഏറ്റെടുത്ത ആളുകളുണ്ട്. 500ഓളം പേക്ക് സിമെന്റുകൾ ഏറ്റെടുത്ത ആളുകളുണ്ട്. ഇനിയും അൽഹംദുലില്ലാ ഇതിനാവശ്യമാകുന്ന എൻ്റെ സഹോദരിമാർ 1000 രൂപ അൽഹംദുലില്ലാ ഈ സംരംഭത്തിലേക്ക് വേണ്ടി മനസ്സിൽ കരുതിയവരുണ്ട്. എല്ലാവർക്കും നീ ഖൈർ ചൊരിയണം അല്ലാഹ്. അവസാനത്തെ ശ്വാസം വരെ ദീനിന് വേണ്ടി ഖിദ്മ ചെയ്യണം. അതിന് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് റെയിൽവേയിൽ നിന്ന് എന്നെ വാഹനത്തിൽ കൊണ്ടുവന്ന കൂട്ടുകാരന് ബറക്കത്ത് നൽകണം റഹ്മാനെ. എനിക്ക് ഭക്ഷണം തന്ന വീട്ടുകാർക്ക് ബറക്കത്ത് നൽകണം അല്ലാഹ്. എൻ്റെ വീട്ടിൽ എന്തായാലും കയറണമെന്ന് പറഞ്ഞ് വേറൊരു വീട്ടിലും എന്നെ കയറി, ആ വീട്ടുകാർക്കും എല്ലാ വീട്ടുകാർക്കും നീ ബറക്കത്ത് നൽകണം അല്ലാഹ്. അങ്ങനെ ഓരോ ദിവസവും ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തു തരുന്ന ധാരാളം ആളുകളുണ്ട്. എല്ലാവർക്കും നീ സന്തോഷം നൽകണം റഹ്മാനെ. ഇവിടുത്തെ മുഴുവൻ ഉസ്താദുമാർക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റിക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. പടച്ചവനെ, ഇവിടുത്തെ ആണ് പെണ്ണിനൊക്കെ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഇതിന് സൗകര്യം ഒരുക്കി തന്ന പുരക്കാർക്ക് ബർക്കത്ത് ചെയ്യണം അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അവസാനങ്ങളെ കയ്യിലുള്ള ചെറിയൊരു ഹദിയ, അത് എനിക്ക് നിങ്ങൾക്കുള്ളതല്ല. ഞാൻ ഉണ്ടാക്കുന്ന മദ്രസയിൽ വളരെ പാവപ്പെട്ടൊരു മദ്രസയുണ്ട്. ആ മദ്രസയുടെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഞാൻ എൻ്റെ സദസ്സിൻ്റെ അവസാനം ഇങ്ങനെ കൈ നീട്ടിയിട്ടാണ് അതിങ്ങനെ പൂർത്തിയാക്കണം. അതുകൊണ്ട് എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങളൊക്കെ തരണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അബുസാലി BM 15000 രൂപ. അല്ലാഹു കബൂലാക്കട്ടെ. ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. 25 ചാക്ക് സിമെന്റ്, ഒരു പെണ്ണുങ്ങൾ 1000 രൂപ, മറ്റൊരു പെണ്ണുങ്ങൾ 25 ചാക്ക് സിമെന്റ്, മറ്റൊരു പെണ്ണുങ്ങൾ 10 ചാക്ക് സിമെന്റ്. തങ്ങളെല്ലാം ദുആ ചെയ്യണം. ഷെരീഫ് 10 ചാക്ക് സിമെന്റ്, അബുസാലി സഫ 5 ചാക്ക് സിമെന്റ്,